കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിന് നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ദൈവകൃപയ്ക്കായി സന്തോഷത്തിനായി കർത്താവിനെ സ്തുതിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ജനം വളരെ ഭയത്തിലായിരിക്കുമ്പോൾ സ്തോത്രം, ഈ രോഗത്തിൻ്റെ മുമ്പിൽ പതറുന്ന ഒരവസ്ഥ പല ദൈവദാസന്മാരിൽ നിന്നും ജനങ്ങളിൽ നിന്നൊക്കെ കേൾക്കുവാനിടയായി. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് വന്നോ, മഹാപീഡനം തുടങ്ങിയോ, കലശം കർത്താവ് ഒഴിച്ചോ, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ഫംഗസും അതിനേക്കാൾ ഘോരമായ ഒരു വൈറ്റ് ഫംഗസ് അതും പലയിടത്ത് ഇന്ത്യയിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് വ്യാപിച്ചു എന്ന് പറയുമ്പോൾ ആ വാർത്തകളൊക്കെ കേട്ട് ഇവിടുത്തെ നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ ഒരാളുടെ കണ്ണ് ചൂന്നെടുക്കുകയൊക്കെ എന്ന് വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്തു ഈ ഫംഗസ് നിമിത്തം. അങ്ങനെയുള്ള വളരെയധികം പടരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവം തൻ്റെ ജനത്തെ മഹാപീഡന കാലത്തും ഇസ്രായേൽ മക്കളെ കാക്കുന്ന പോലെ ഈ സമയത്തും ദൈവം തൻ്റെ ജനത്തെ കാക്കുന്ന കർത്താവിൻ്റെ വൻ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പലരും സംശയം ചോദിച്ചു, പല രാജ്യങ്ങളിൽ തന്നെ പല ആൾക്കാർ, അതും കർത്താവിൻ്റെ വേലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെ ചോദിച്ച സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാപീഡന കാലത്ത് ദൈവത്തിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഈ സമയത്ത് വിശ്വസ്തരായി ജീവിക്കുവാൻ കഴിയാത്ത, അല്ല വചനം കേട്ടു, ദൈവം അവസരം കൊടുത്തു, അതിനെ സ്വീകരിക്കാഞ്ഞ ആൾക്കാർക്ക് ഒരു രണ്ടാമത്തെ ചാൻസ് മഹാപീഡനത്തിൽ കിട്ടുമോ സ്വർഗത്തിൽ പോകാൻ എന്ന് പറഞ്ഞ് പല പഠിപ്പീരുകൾ ഈ നാളുകളിലുണ്ട്. ഈ ചാൻസിന് പോയില്ലേലും കുഴപ്പമില്ല, അടുത്ത ചാൻസിന് പോകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് നമുക്ക് വചനം എന്തു പറയുന്നു എന്ന് മാത്രമേ നമുക്ക്, ചിലർ വെളിപ്പാട് പുസ്തകം മാത്രം എടുത്ത് ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അവരതിൽ നിന്ന് വളരെ തെറ്റിച്ചും അല്ലെങ്കിൽ വ്യത്യാസമായിട്ടും ഒക്കെ അവർക്കത് മനസ്സിലാകുന്നു. ഒരു കാര്യം വചനത്തിൽ നോക്കണമെങ്കിൽ കർത്താവ് എപ്പോഴും ഇത് ബാലൻസ് ചെയ്ത് എഴുതിയിരിക്കുന്ന പഴയ നിയമ പ്രവചന ഭാഗങ്ങളിൽ നിന്നും സുവിശേഷങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പിന്നെ എത്തുമ്പോഴാണ് നമുക്ക് ആ കാര്യം അതിൻ്റെ ഒരു പൂർണ്ണ മെസ്സേജ്, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആൻസർ കിട്ടുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തെ കൊണ്ടുവന്ന് ലാസ്റ്റിൽ വെക്കുവാനും അത് എഴുതിയ കാലഘട്ടം വെച്ചല്ല എന്ന് നമുക്കറിയാം. അത് ബൈബിളിൻ്റെ തുടക്കം തൊട്ടുള്ള ഉൽപ്പത്തി പുസ്തകം തൊട്ടാണെങ്കിലും ആ കാലഘട്ടത്തിൽ എഴുതിയ ഇയ്യോബിൻ്റെ പുസ്തകം വെച്ചിരിക്കുന്നത് എവിടാ? സങ്കീർത്തനത്തിന് തൊട്ട് മുമ്പാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടു സ്തോത്രം വെളിപ്പാട് പുസ്തകം കൊണ്ട് വെച്ചിരിക്കുന്ന ഏറ്റവും അവസാനമാണ്. അത് എഴുതിയ കാലഘട്ടം വെച്ച് അല്ല, പക്ഷേ ആ വിഷയം. അതുകൊണ്ടാണ് ഓരോന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 3 ലേഖനങ്ങൾ, 1, 2, 3 ലേഖനങ്ങൾ, അത് കഴിഞ്ഞ് യൂദായുടെ ലേഖനം, അത് കഴിഞ്ഞുകൊണ്ട് വെളിപ്പാട് പുസ്തകം വെക്കുവാനുള്ള കാരണം ആ യോഹന്നാൻ്റെ ലേഖനങ്ങളും യൂദായുടെ ലേഖനങ്ങളും എല്ലാം സഭയെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരുക്കുകയും അതിപരിശുദ്ധ വിശ്വാസം ആ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരുക്കുകയും പിന്നീട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോഴാണ് 7 സഭയോടുള്ള ദൂതുകളും പിന്നെ മഹാപീഡന കാലത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കൊരു വിൽ ദേ ബി എ സെക്കൻഡ് ചാൻസ്, അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുമോ ഈ ചാൻസ് അല്ലെങ്കിൽ എന്നുള്ള കാര്യം നമുക്കിത് വചനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കാര്യം യേശു കർത്താവോ അപ്പോസ്തലന്മാരോ ആരും അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസിനെ പറ്റി പ്രസംഗിച്ചത് നമുക്ക് തിരുവചനത്തിൽ കാണുന്നില്ല. അപ്പോസ്തലന്മാർ ആരും അത് ലേഖനത്തിൽ, സഭയിലുള്ള ലേഖനത്തിൽ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു ചാൻസേ ഉള്ളൂ, ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവീൻ, സ്തോത്രം, ഹല്ലേലൂയ എന്ന് മാത്രമേ വചനം നമ്മളെ ഓർപ്പിച്ചിട്ടുള്ളൂ. നമുക്ക് ഇന്ന് ഇച്ചിരി കൂടുതൽ റെഫറൻസുകൾ വായിക്കും. റെഫറൻസുകൾ വായിക്കാതെ നമുക്ക് രക്ഷയില്ല. കാരണം ഇതിൻ്റെ അകത്ത് പ്രസംഗ രീതിയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. തിരുവചനം അടിസ്ഥാനപ്പെട്ട് മാത്രമേ നമുക്കൊരു കാര്യം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള ആ ഒരു ദുരുപദേശം പോലും നമുക്ക് അതിൻ്റെ അകത്ത് സത്യ ഉപദേശം എന്തുവാന്ന് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. റോമാലേഖനം 13-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 11. യെസ്, സ്തോത്രം. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ആ നാഴിക വന്നിരിക്കുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ. സത്യമല്ലേ? ആ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത്. സഭകളെ നോക്കിയാൽ, ദൈവദാസന്മാരെ നോക്കിയാൽ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും FCRA അക്കൗണ്ടും വെളിയിൽ നിന്ന് വരുന്ന ഫണ്ട്സും അത് നിമിത്തം ചെയ്യുന്ന ഇവാഞ്ചലിസം അങ്ങോട്ട് മാറിയിട്ട്, സുവിശേഷ പ്രവർത്തനം മാറിയിട്ട് ചാരിറ്റബിൾ വർക്ക് അല്ലെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് ഫോക്കസും വന്ന്, എന്ന് വെച്ചാൽ എല്ലാവരെയും ജനത്തെയൊക്കെ സന്തോഷിപ്പിച്ച്, ലോകത്തെ സന്തോഷിപ്പിച്ച്, ലോക പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്ന് സഭകൾക്ക്, പെന്തിക്കോസ്ത് സഭകൾക്കോ അല്ലെ വിശ്വാസി സഭകൾക്കോ ഒക്കെ അംഗീകാരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ആത്മീയ ഉറക്കം അല്ലെ ലോകവുമായിട്ടുള്ള ഒരു കോംപ്രമൈസ്, ലോകം എന്നെ അക്നോളജ് ചെയ്യണം. ആ ഒരു അതിൽ നിന്ന് ഇവിടെ എഴുതി നമ്മൾ ഇപ്പം നിൽക്കുന്ന സമയം, ഇറ്റ് ഈസ് ഹൈ ടൈം ടു വേക്ക് ഔട്ട് ഓഫ് സ്ലീപ്പ് എന്ന് എഴുതിയേക്കുന്നത്. അത് വളരെയധികം ആ നിമിഷം വളരെ യെസ്, ആ കാലഘട്ടം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട്
നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ രക്ഷ വളരെ അടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അത് സത്യമാ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആ സമയത്താണ് ഈ ചാൻസിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്തൊരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവദാസന്മാർ അല്ലെങ്കിൽ തെറ്റായി പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആരും അങ്ങനെ പഠിപ്പിക്കത്തില്ല. അപ്പം ഹല്ലേലൂയ, മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ, മനുഷ്യനൊരു റിലാക്സ്ഡ് ആയിട്ട് കർത്താവ് വരും, ഉടനെ വരും എന്ന് പറഞ്ഞാൽ ഒരു വെപ്രാളം വരാതിരിക്കാൻ, മനുഷ്യനെ റിലാക്സ്ഡ് ആക്കുവാൻ ലോകത്തിൻ്റെ ബുദ്ധിയിൽ അത് സാത്താൻ്റെ ഇൻഫ്ലുവൻസിൽ അങ്ങനെ ചെയ്യുമ്പോൾ സ്തോത്രം, പലരും ഈ നാളുകളിൽ എല്ലാം വചനം തപ്പുക, വചനം വായിക്കാത്തവർ വരെയും വചനം തപ്പുക. രണ്ട് കാര്യവും നടക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് പലരെ പരിചയപ്പെട്ടു. അവരുടെ ആ ഒരു പെട്ടെന്നൊരു വെപ്രാളമല്ല, ഒരു ഭയത്തിൽ, അയ്യോ കർത്താവിൻ്റെ വരവെങ്കിൽ എനിക്ക് പോകണമല്ലോ, ഞാൻ എന്ത് ചെയ്യണം പാസ്റ്ററെ, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ, അയ്യോ എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം എന്ന് വരെയും കഴിഞ്ഞ ദിവസങ്ങൾ പലരും എന്നോടും പറഞ്ഞ്, അല്ലെ പ്രത്യേക ദൈവദാസന്മാരൊക്കെ പറഞ്ഞു കാണും, എന്നോടും പേഴ്സണലായിട്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അപ്പം പല ആൾക്കാർ, പല ദൈവമക്കൾ, ഇന്നും ഞാൻ ചിലരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യം, ഒരു കൂട്ടം, ചെറിയ കൂട്ടം ഇതിൻ്റെ അകത്തുനിന്ന് ആത്മീയര് വിശുദ്ധിയിൽ എന്ത് വിലയും കൊടുത്ത്, പൗലോസ് പറഞ്ഞ പോലെ ലോകത്തിൻ്റെതൊക്കെ വിട്ടാലും കുഴപ്പമില്ല, അല്ല ലാഭമായതുള്ളത് എല്ലാം ഛേദമെന്ന് വെച്ചാലും വേണ്ടില്ല എനിക്ക്, പ്രൈസ് ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും വേറൊരു ഭാഗത്ത് പറയുന്ന പോലെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യണം? പുനരുദ്ധാനം പ്രാപിക്കണം. സ്തോത്രം. അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ വേറെ മറു സൈഡിൽ കാര്യം അവരുടെ 5 year പ്ലാൻ, അവരുടെ 10 year പ്ലാൻ, അവരുടെ പലയിടത്ത് പോകാനുള്ള മൈഗ്രേറ്റ് ചെയ്യാനുള്ള പല രാജ്യങ്ങളിലേക്ക് അങ്ങ് കുടുംബത്തോടുകൂടി 2-3 തലമുറകൾ ഒന്നിച്ചങ്ങ് അല്ലെങ്കിൽ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു മോഹം, പല ഇൻവെസ്റ്റ്മെൻറ്റ്, പല ബിസിനസ് പ്ലാൻസ്, ഇതെല്ലാം കൂടി ഇപ്പം കർത്താവ് വന്നാൽ കുളമാവുമല്ലോ എന്ന് വിചാരിച്ചുള്ള വെപ്രാളത്തിൽ പലരും ഈ ചാൻസിന് പോയില്ലല്ലോ, അടുത്ത ചാൻസ് ഉണ്ടോ, ഇപ്പോൾ ഉടനെ ഇത് ഒരുങ്ങിയിട്ടില്ലല്ലോ, ഇപ്പം അങ്ങോട്ട് വിശദീകരണത്തിന് തീരുമാനം എടുക്കുക, എൻ്റെ നല്ല ചെറുപ്പകാലമല്ലേ, ഇപ്പോഴേ അങ്ങോട്ട് സമർപ്പണത്തിൽ ഡെഡിക്കേഷനിലൊക്കെ ജീവിക്കാൻ മനസ്സില്ലാതിരിക്കുന്ന ആൾക്കാർ ഇവിടെ തപ്പുക. കഴിഞ്ഞിടയ്ക്ക് പലരും തപ്പി എന്നോട് 2 റെഫറൻസ് ഭാഗം പറഞ്ഞു. അതോട് ചേർത്ത് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാം. ഒന്ന് ആ ഭാഗം എടുക്കട്ടെ, ഞാൻ പറഞ്ഞങ്ങ് പോവാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 1,44,000 പേരെ, അല്ല 144,000 പേരെ അവിടെ മുദ്ര ചെയ്തിട്ടുണ്ടല്ലോ. അത് ഒരു സ്ഥലത്ത് കാര്യം വളരെ വ്യക്തമായിട്ട് 7-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 12,000 ഓരോ ഗോത്രത്തിൽ നിന്നാണ്. അപ്പോഴേ മനസ്സിലായി അതാരല്ല, ക്രിസ്ത്യാനികളല്ല, ജാതികളിൽ നിന്ന് വന്ന് നമ്മളെപ്പോലുള്ള ക്രിസ്ത്യാനികളല്ല, ദൈവമക്കളല്ല എന്ന് മനസ്സിലായല്ലോ. ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000. അപ്പം അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് വിശ്വസ്തരായി ജീവിച്ച കർത്താവിൻ്റെ നീതിയായ ന്യായകർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന 144,000 പേര്, 1,44,000 പേര്. പിന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ പാസ്റ്റർ, വീണ്ടും ഒരു ഭാഗത്ത് 144,000 പേരിൻ്റെ അകത്ത് ഒരു മലിനപ്പെടാത്ത ജനത്തെ പറ്റി പറയുന്നുണ്ടല്ലോ, അത് ചിലപ്പം ദൈവമക്കളായിരിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം വന്നു. അല്ല, ആ 144,000 പേര് യഹൂദന്മാർ മാത്രമാ. അവരെ ദൈവം ശത്രുവിൻ്റെ കയ്യിൽ, എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ, ആ ബീസ്റ്റ് മൃഗത്തിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് വിടുവിക്കുന്ന ഭാഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത് 2 ഭാഗത്തും. പിന്നെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവിടെ കാണുമ്പോൾ ഒരു സ്ത്രീ 12 നക്ഷത്രത്തിൻ്റെ ഒരു മാലയൊക്കെ ഇട്ടുകൊണ്ട് സൂര്യനും ചന്ദ്രൻ നിന്ന് യേസാലലിയ. അപ്പം ഇവിടെ ഈ ഒരു ഭാഗം ആരാണ് ആ സ്ത്രീ? വളരെ വ്യക്തമാണ് അവിടെ ആരാ സ്ത്രീ എന്ന്. ആ സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരു കുട്ടിയെയും കാണുന്നുണ്ട് അവിടെ, ചൈൽഡ്. അപ്പം അവിടെ വളരെ വ്യക്തമാണ്. ചിലരത് വ്യാഖ്യാനിച്ച് ആ സ്ത്രീ അത് ദൈവമക്കളാ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാ, എടുക്കപ്പെടാത്ത വിശ്വാസികളാ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അല്ല ദൈവമക്കളെ, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം ഞാനത് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ആ ഡ്രാഗൺ എന്നവിടെ എഴുതിയിരിക്കുന്ന ആ മൃഗമാരാ? ആ സർപ്പം സാത്താനാ. അത് നമുക്കറിയാം. ആ വലിയ സർപ്പത്തെ പറ്റി താഴോട്ട് വരുമ്പോൾ ആ 12-ാം അധ്യായത്തിൽ തന്നെ ആ പഴയ മഹാസർപ്പം എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രാഗൺ അല്ലെങ്കിൽ ആ സർപ്പം സാത്താന്. അപ്പോൾ ആ സാത്താൻ്റെ പിടിയിൽ നിന്ന് ഈ സ്ത്രീയെ മരുഭൂമിയിലേക്ക് 2 ചിറക് കൊടുത്ത് മരുഭൂമിയിലേക്ക് 3.5 വർഷത്തേക്ക് മാറ്റി കർത്താവ് പാർപ്പിക്കുന്ന ഒരു ഭാഗമാണ് 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ആ സ്ത്രീ ഇട്ടിരിക്കുന്ന ആ ഗാർലൻഡ്, ആ മാലയ്ക്ക് എത്ര നക്ഷത്രമാണ്? 12 നക്ഷത്രം. അപ്പോഴേ അറിയത്തില്ല ആ സ്ത്രീ അവരാരാ? 12 ഗോത്രമാണ്. പിന്നെ ആ സ്ത്രീ യാക്കോബിൻ്റെ മക്കൾ. പഴയ നിയമത്തിലെ പ്രവചന ഭാഗത്തിലെല്ലാം പറയുന്ന പോലെ യാക്കോബിൻ്റെ മക്കൾ. നിങ്ങൾക്ക് ഒന്നുകൂടൊരു ഉറപ്പിന് വേണ്ടി ഞാൻ ആ റെഫറൻസ് ഒന്ന് പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 9, 10, 11, ജെനിസിസ് 37:9-11. അപ്പം ആ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, യോസേഫ് കണ്ട സ്വപ്നത്തിൻ്റെ അകത്ത്
ആണ് ഇസ്രായേലിന്, ഈ 12 ഗോത്രത്തിനല്ല ഇസ്രായേലിന് അപ്പനായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ ആണ് അമ്മയായിട്ട്, യാക്കോബ് സൂര്യനായിട്ട് നിൽക്കുന്നു, റാഹേൽ ചന്ദ്രനായിട്ട് നിൽക്കുന്നു. എന്നിട്ട് മക്കളുടെ കാര്യവും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് ഇവിടും നമ്മൾ ഈ 12-ാം അധ്യായത്തിൽ കാണുമ്പോൾ ഈ സ്ത്രീയുടെ കൂട് സൂര്യനും ഉണ്ട്, ചന്ദ്രനും ഉണ്ട്. പിന്നെ ഈ സ്ത്രീ 12 സ്റ്റാർസിൻ്റെ ഒരു മാല ഇട്ടുകൊണ്ട്, പിന്നെ നമ്മൾ ആ 12-ാം അധ്യായം താഴോട്ട് അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഈ സ്ത്രീയിൽ കൂടെ ജനിക്കുന്ന ആ കുട്ടിയെ പറ്റി എഴുതിയിട്ടുണ്ട്. ആ കുട്ടിക്ക് ഒരു ഇരുമ്പ് കോല് വെച്ചിട്ടുണ്ട്. ആ കുട്ടി ലോകത്തെ ജഡ്ജ് ചെയ്യും, വിൽ ജഡ്ജ് ദ വേൾഡ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ആ കുട്ടി ആരാ? ഈ ഇസ്രായേലിൽ നിന്ന്, യഹൂദിയയിൽ നിന്ന് ജനിക്കുന്ന യേശു കർത്താവ്. അപ്പൊ കുട്ടി യേശു കർത്താവും സ്ത്രീ ഇസ്രായേലും, ആ ബീസ്റ്റ് പാമ്പ്, സർപ്പം, അല്ലെങ്കിൽ ആ പഴയ സർപ്പം പിശാചും, അല്ലെങ്കിൽ എതിർ ക്രിസ്തു, മൃഗം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ കാലഘട്ടത്തിലെ പേരിൽ നമുക്ക് പറയാം. അപ്പം ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു, ആ സ്ത്രീയെയാണ് കർത്താവ്, അല്ലെങ്കിൽ യഹൂദന്മാരെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, അടുത്ത 3.5 വർഷം ആ പ്രശ്നം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ, ആ പ്രശ്നം തുടങ്ങുമ്പോഴുള്ള 3.5 വർഷം കർത്താവ് പാർപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ അവിടെ ഈ യഹൂദന് വേണ്ടിയുള്ള രക്ഷ, യഹൂദന്റെ വീണ്ടെടുപ്പ് അല്ലാതെ അവിടെ ഒന്നും നമ്മൾ എന്ത് കാണുന്നില്ല. ലെഫ്റ്റ് ബിഹൈൻഡ് ക്രിസ്ത്യൻസ്, അല്ലെങ്കിൽ എടുക്കപ്പെടാതിരിക്കുന്ന ക്രിസ്ത്യാനികൾ, എടുക്കപ്പെടാതിരിക്കുന്ന വിശ്വാസികൾ എന്ന ഒരു പദം നമ്മൾ എങ്ങും കാണുന്നില്ല. അവർക്കുള്ള ഒരു രക്ഷയോ അവർക്ക് ഉള്ള ഒന്നും അവിടെ എല്ലാം പഴയ നിയമഭാഗത്തും പ്രവചന ഭാഗത്തും വെളിപ്പാട് പുസ്തകത്തിലും ഒരുപോലെ ലേഖനങ്ങൾ ഒരുപോലെ എഴുതിയിരിക്കുന്ന അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുവാൻ. അപ്പോൾ ഇനി ക്രിസ്ത്യാനികളാണെങ്കിലും, നീ വിശ്വാസിയാണെങ്കിലും, നീ പാസ്റ്റർ ആണെങ്കിലും, നീ അപ്പോസ്തലനാണെങ്കിലും, നിന്നെ തന്നെ റെവറൻഡ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും, റെവറൻഡ് ദൈവത്തിൻ്റെ പര്യായ പദമാണ്, നമുക്കറിയാമല്ലോ. അതിൻ്റെ ഡിക്ഷണറി അർത്ഥം ഭയപ്പെടുവാൻ യോഗ്യൻ. അപ്പം നിന്നെ തന്നെ അങ്ങനെ റെവറൻഡ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും, എന്ത് നിന്നെ തന്നെ വിളിച്ചാലും, നീ എത്ര മിനിസ്ട്രി നടത്തിയാലും, നിൻ്റെ കീഴിൽ 1000 സഭയുണ്ടെങ്കിലും അതൊക്കെ ശരിയായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന നീ ദൈവസന്നിധിയിൽ നിന്റെ വിളി അനുസരിച്ച് വിശ്വസ്തനല്ലെങ്കിൽ, നീ കുറ്റമില്ലാത്തവൻ, യു ഹാവ് ടു ബി ബ്ലെയിംലെസ്, കുറ്റമില്ലാത്തവൻ അല്ലെങ്കിൽ, എത്ര ദൈവഭയത്തോടുകൂടിയ പൗലോസ് അപ്പോസ്തലൻ പോലും ആ ഭാഗം ഓർക്കുന്ന. സ്തോത്രം, എടുക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. അപ്പം അങ്ങനെ എടുക്കപ്പെടാതെ ഇവിടെ കിടക്കുന്ന ജാതികളിൽ നിന്നും ഹല്ലേലൂയ വിശ്വാസികളിൽ ക്രിസ്തുവിനെ അറിയുവാൻ, അതുകൊണ്ടാണ് നമ്മൾ കണ്ടു, ഹല്ലേലൂയ, എബ്രായ ലേഖനത്തിൽ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, സ്തോത്രം, ഒരിക്കൽ ആ പരിശുദ്ധാത്മാവിൻ്റെ വചനം ഒക്കെ ആസ്വദിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് മാറിപ്പോകുന്ന ആൾക്കാരെ പറ്റും അവന് പിന്നെ രക്ഷിക്കപ്പെടുവാൻ കഴിയത്തേയില്ല, അസാധ്യം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം അവിടുന്ന് എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. പിന്നെ അവർക്ക് ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പിന്നെ അവർക്ക് രക്ഷയില്ല. അതുകൊണ്ട് പിന്നെ കർത്താവിനെ അറിയുവാൻ ചാൻസ് കിട്ടിയ ആൾക്കാർക്ക് ഒരു രക്ഷയായിട്ട് പിന്നെ നമ്മളവിടെ കാണുന്നുമില്ല. ആ സമയത്ത് ഇവിടെ ഒരു കൂട്ടായ്മയും കാണത്തില്ല. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ, ആ സമയത്ത് ഇവിടെ അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുവാൻ എതിർ ക്രിസ്തു, മൃഗം, ആ അന്തിക്രിസ്തു അല്ലെ എതിർ ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ്റെ മേലോട്ട് സാത്താൻ പൂർണ്ണ ശക്തിയോടുകൂടി വരുവേം അത് വളരെയധികം ഇളകി, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അവരുടെ കാര്യം ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായിട്ട് പിന്നെ ആ അന്തിക്രിസ്തുവിന് പിന്നെ വേറെ ഒന്നുമില്ല, ഇസ്രായേലിനെ കൊല്ലണം, ഇസ്രായേലിനെ ഇല്ലാതാക്കണം. അവരുടെ കയ്യിൽ നിന്നാണ് ഈ 144,000 പേരെയും ആ സ്ത്രീയെയും ഒക്കെ കർത്താവ് മാറ്റി പാർപ്പിക്കുന്നത്. നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. ചില വിഷയങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് ആൾക്കാർ പലപ്പോഴും ചോദിക്കാറുണ്ട്, പിന്നെ അവിടെ നമ്മൾ ചില രക്തസാക്ഷികളെ കാണുന്നുള്ളൂ, പിന്നെ അവിടെ ചില ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, പിന്നെ അവിടെ എന്ന് പറഞ്ഞ് ചില ഓരോ വാക്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട്. 1-2 വാക്യങ്ങൾ അവിടെ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴും അതുപോലെ തന്നെ 7-ാമത്തെ അധ്യായത്തിലൊക്കെ അതിൻ്റെ അവസാനത്തെ ഭാഗത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യോഹന്നാൻ അപ്പോസ്തലൻ അത് എഴുതുമ്പോൾ തന്നെ, അവിടെ കണ്ടതെല്ലാം എഴുതുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, നീ അത് എന്ത് ചെയ്യേ, മുദ്രയിട്ട് ആ നാളിലേക്ക് വേണ്ടി സൂക്ഷിക്കുക, സീൽ ഇറ്റ്, അത് പറയണ്ട, അതിപ്പം വെളിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് കർത്താവ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. അതിനെ അങ്ങോട്ട് ദുർവ്യാഖ്യാനിച്ച് അത് ഇങ്ങനെയാണെന്നൊന്നും പറയണ്ട. വെളിപ്പെട്ട കാര്യം വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പോരാത്തതിന് ദൈവത്തിൻ്റെ ദാസന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത് വളരെ നന്നായിട്ട് സഭയെ മനസ്സിലാക്കി തരുന്നുണ്ട്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ഞാൻ വാക്യങ്ങളിലേക്ക് വരാൻ കാരണം നമുക്ക് അവിടെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വെളിപ്പാട് പുസ്തകം മാത്രം എടുത്ത് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർക്ക് ആ സംശയം വരുന്നത്. വെളിപ്പാട് പുസ്തകം പണ്ട് തൊട്ട് പഠിക്കേണ്ടത് പോലും പ്രവചന ഭാഗങ്ങൾ, കാര്യം ഇതിനെപ്പറ്റി പരിശുദ്ധാത്മാവിൽ കൂടെ ആദ്യ കാലഘട്ടത്തിൽ തൊട്ട് വ്യക്തമായിട്ട് എഴുതിയേക്കും. ദാനിയേൽ, സെഫന്യ പ്രവാചകനിൽ കൂടെ, സക്കറിയ പ്രവാചകനിൽ കൂടെ, മലാഖി പ്രവാചകനിൽ കൂടെ
പ്രത്യേകിച്ച് ദാനിയേൽ പ്രവചന പുസ്തകം 9-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അറിയാം, അവിടെ വളരെ വ്യക്തമായിട്ട് ആ ആദ്യത്തെ 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ 70 sets of 7 എന്നവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 70 ആഴ്ചവട്ടം അത് എന്തുവാന്നും ഓരോ ആഴ്ചവട്ടം 7 വർഷമാണെന്നും. അപ്പം അവിടെ ആദ്യമേ എഴുതിയിട്ടുണ്ട് 7 ആഴ്ചവട്ടം പ്രമാണം കൊടുത്തത് തൊട്ട് ഇന്ന സമയം വരെയും, പിന്നെ ആ സമയം തൊട്ട് അടുത്ത 62 ആഴ്ചവട്ടം ആ സമയം തൊട്ട് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടുന്നവരെ, തല ഛേദിക്കപ്പെടുന്നവരെയും, അങ്ങനെ ആ യേശു കർത്താവിനെ ക്രൂശിക്കുന്നവരെയുള്ള 69 ആഴ്ചവട്ടത്തെ നമുക്കറിയാം. പിന്നെ ഒരാഴ്ചവട്ടം ബാക്കി. ആ 7 വർഷം അത് എപ്പോഴാണ് ഇസ്രായേലിന് വിടുതൽ കിട്ടുന്നത് എന്ന് പറഞ്ഞ് കരയുമ്പോൾ ദാനിയേൽ പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവർക്ക് വരാൻ പോകുന്ന മഹാകഷ്ടതയെപ്പറ്റി. പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെക്കറിയ, സെഫന്യ, പുതിയ നിയമഭാഗത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ കുത്തിയെങ്കിലേക്ക് നോക്കി അവർ കരയുന്നത് വരെയും, അവർ കരയുമ്പോൾ ഒരു ദിവസം എന്ന പോലെ ആ ദേശത്തിന്, ആ നേഷൻ അല്ലെങ്കിൽ ആ രാജ്യത്തിന് മുഴുവനും ഒരു ദിവസം കൊണ്ട് കർത്താവ് രക്ഷ കൊടുക്കും. അത് 7 വർഷത്തിൻ്റെ അവസാനത്തെ സമയമാണ്. അതെല്ലാം ഞാനിങ്ങനെ പറഞ്ഞു പോകുമല്ല, നമുക്ക് വചനത്തിൽ തന്നെ കാര്യം നമ്മുടെ ഡൗട്ട് മാറുവാനും പിന്നെ നമ്മളോട് സംശയം ചോദിക്കുന്ന മറ്റുള്ളവരോട് നമുക്കത് പറയുവാനും നമുക്ക് റെഫറൻസ് വായിച്ചാലേ പറ്റുമുണ്ട്. ഇപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് കുറച്ച് റെഫറൻസസ് വായിക്കും. നിങ്ങളതെല്ലാം ഒന്ന് കുറിച്ച് വെക്കുകയും അതൊന്ന് വായിക്കുകയും അത് പ്രാർത്ഥനയോടുകൂടി ദൈവത്തോട് ചോദിക്കുകയും പഠിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ വ്യക്തമാക്കി കർത്താവ് തരട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടോ എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഒന്നാം പുനരുദ്ധാനം എന്തുവാന്നും ആ പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടണം എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യ വാക്യങ്ങൾ മാത്രം, ഒത്തിരി വാക്യങ്ങളുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ, അത്യാവശ്യ വാക്യങ്ങൾ മാത്രം ചിന്തിച്ച് സമയപരിധികളുണ്ടല്ലോ അങ്ങനെ മുന്നോട്ട് പോകാം. റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 6, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യെസ്, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോട് സ്തോത്രം. അപ്പൊ ഒന്നാം പുനരുദ്ധാനം, ദ ഫസ്റ്റ് റിസറക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ റാപ്ചർ, ഉൾപ്രാവണം, കർത്താവിൻ്റെ ഈ സൈലന്റ് കമ്മിങ് അല്ലെങ്കിൽ ഈ രഹസ്യ വരൻ, ഒന്നാം പുനരുദ്ധാനം. കർത്താവ് ലോകത്തിൽ വരത്തില്ല, കർത്താവ് മധ്യാകാശത്തിൽ വരും. പിന്നെ കർത്താവ് ലോകത്തിൽ വരുന്ന മഹാപീഡന കാലം കഴിഞ്ഞിട്ട് അത് നമുക്ക് വചനത്തിൽ അതും വ്യക്തമാണല്ലോ. ആ സമയത്ത് നമ്മളും കാണും. എന്ന് വെച്ചാൽ വിശുദ്ധന്മാരും ദൂതന്മാരുമായിട്ട് കർത്താവ് തിരിച്ചു വരും എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം നമുക്കറിയാം. അതൊക്കെ നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്നാം ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹാവ് പാർട്ട് ഇൻ ദ ഫസ്റ്റ് റിസറക്ഷൻ. അപ്പോൾ ഒന്നാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അവരുടെ മേൽ ഈ രണ്ടാം മരണത്തിന് പങ്കില്ല. അപ്പോൾ ഈ രണ്ടാം മരണം എന്തുവാ? താഴോട്ട് വരുമ്പോൾ കുറിക്കുന്നവർ എഴുതിക്കോ, 20-ാം അധ്യായം 14-ാമത്തെ വാക്യം, 21-ന്റെ 8. ഈ 2 വാക്യം 20-ന്റെ 14 നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് മരണത്തെ തീപ്പൊയ്ക, ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പം ഈ തീപ്പൊയ്ക ഏതാ? ലേക്ക് ഓഫ് ഫയർ, ഹെൽ ഫയർ. ഈ നരകം, ഈ തീപ്പോയികയാണ് രണ്ടാമത്തെ മരണം. ഇനി നമുക്ക് തിരിച്ച് 20-ന്റെ 6 വായിക്കുമ്പോൾ നമുക്ക് ഒന്നാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടുന്ന ഒരു ഭാഗ്യവാന്മാർ, അവരുടെ മേൽ നരകത്തിന് ഒരു അവകാശവുമില്ല. അപ്പോൾ ഒന്നാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ അവരുടെ മേൽ എന്തിന് അവകാശം ഉണ്ട്? ആ വാക്യത്തിൽ തന്നെ നരകത്തിന് അവകാശം ഉണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 11, 2-ന്റെ 11. യെസ്. ചെവിയുള്ളവൻ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗങ്ങളാണ് കർത്താവ് പറഞ്ഞത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. ജയിക്കുന്നവൻ, അവിടെ 1-2 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ആര് മാത്രമേ പോകത്തുള്ളൂ? ജയിക്കുന്നവനെ പോകത്തുള്ളൂ. അല്ലാതെ രണ്ടാമത്തെ ചാൻസ് ഉണ്ട്, അന്തിക്രിസ്തുവിന്റെ കാലത്ത് നമുക്ക് സുഖമായിട്ട് അങ്ങ് പോകാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. ഈ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ജയിക്കുന്നവൻ, ഈ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, കൃപായുഗം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി ആര് ജയിക്കും? അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ജയിക്കുന്നവൻ അവന് എന്തുണ്ട്? മാത്രമേ എവിടെ പോകത്തുള്ളൂ? വായിച്ച്. ജയിക്കുന്നവന് രണ്ടാം മരണം, നരകത്താൽ ദോഷം വരത്തില്ല. അപ്പൊ ഈ വാക്യത്തിൽ നിന്നൊക്കെ വ്യക്തം ആര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ? ജയിക്കുന്നവൻ. അപ്പം ഈ ഒരു കൃപായുഗം കർത്താവ് ജയിക്കാൻ തന്നിരിക്കുന്ന സമയത്ത് ജയിക്കാതെ തോറ്റുപോയാൽ, ദൈവത്തിന്റെ ഭാഷയിൽ അവിശ്വസ്തനായി തീർന്നാൽ, അനുസരണക്കെട്ടവനായി തീർന്നാൽ അവന് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഈ വാക്യത്തിലും വ്യക്തമാണല്ലോ. അപ്പം ജയിക്കുന്നവന് മാത്രം ദൈവം ചാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, നീ കർത്താവിനെ കാണുവാൻ കർത്താവ് നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ,
സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചനയോട് പൂർണ്ണ അനുസരണവും ദൈവം ഏൽപ്പിച്ച അല്ലെങ്കിൽ ദൈവം നടത്തുന്ന വഴികൾ ജയിക്കുന്നവന് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് അവിടെ നമ്മൾ കണ്ടു. സ്തോത്രം. തിരുവചനം മുഴുവൻ നമ്മൾ കാണുമ്പോൾ ഒരു വാതിലേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഒരു രക്ഷയേ ഉള്ളൂ, ഒരു പ്രത്യാശയേ ഉള്ളൂ, ഒരു പുനർദാനമേ ഉള്ളൂ എന്നെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനത്തിലെല്ലാം എഴുതിയിരിക്കുന്ന ആ ക്രോധത്തിൽ നിന്ന് ബൈബിൾ മുഴുവൻ, പുതുനിയമം, കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലായിടത്തും എഴുതിയിരിക്കുന്ന ആ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ, ആ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവീൻ. ബി ഡെലിവേർഡ് ഫ്രം ദാറ്റ് റാത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനല്ല? കോപത്തിനല്ല. ഗോഡ് ഹാസ് നോട്ട് അപ്പോയിന്റഡ് us for wrath, പക്ഷെ രക്ഷ പ്രാപിപ്പാൻ. അപ്പം കോപത്തിനല്ല. ഞാനിത് വീണ്ടും ഇത് കോപം എന്ന് പറയുവാൻ കാരണം ഈ 7 വർഷത്തെ മഹാപീഡന കാലം അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുവാനാണ് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നമുക്ക് ആ ഭാഗം എല്ലാം വായിക്കാൻ പോകാം. അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുവാൻ. അപ്പം ആ കോപത്തിനും ആ ക്രോധത്തിനും അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്ന രക്ഷ പ്രാപിപ്പാനാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുവിൻ. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. നമ്മൾ നേരത്തെ വായിച്ചില്ല, രക്ഷയുടെ ദിവസം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ ന്യായവിധി ദിവസം അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ അധികമായിരിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടുവീൻ, നർമ്മദരായിരിപ്പീൻ, ബി വിജിലൻറ്റ്, ബി കോഷ്യസ്, ബി അലേർട്ട്. ശ്രദ്ധയോടുകൂടി നർമ്മദരായിരിപ്പീൻ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പീൻ. ഓരോ ലേഖനത്തോട് പറയുമ്പോൾ ഞാൻ ദൈവനാമം ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ബൈ ദ മേഴ്സീസ് ഓഫ് ഗോഡ് ഐ ബിസീക്ക് യു. ഇംഗ്ലീഷിൽ ഒന്നുകൂടെ അത് വ്യക്തമായി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരുണയോർത്ത്, ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളോട് കരഞ്ഞപേക്ഷിക്കുന്നു. ഐ ക്രൈ ടു യു, ഐ പ്രേ ഫോർ യു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കരയുന്നു, കണ്ണുനീരോടുകൂടി. ഗലാത്യ സഭയെ നിന്നെ ഹല്ലേലൂയ ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെയ്തതെല്ലാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതെല്ലാം ഗലാത്യ സഭയോട് പറയാം, വ്യർത്ഥമായി പോവും. കാര്യം നീ നരകത്തിൽ പോവും. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഒരു സമയമേ തന്നിട്ടുള്ളൂ. ഈ കൃപായുഗമാണ്. പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. കൃപായുഗത്തിൽ തന്നെ രക്ഷിക്കപ്പെടണം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ദൈവം നമ്മളെ കോപത്തിനല്ല. യോഹന്നാൻ സുവിശേഷം, യൂദായുടെ ലേഖനത്തിൽ അവിടെ എല്ലാം എഴുതിയിരിക്കും. ഒരു പ്രത്യാശയുള്ളൂ നമുക്കൊരു പ്രത്യാശയുള്ളൂ. ദൈവമക്കളെ, പ്രത്യാശ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്തോന്നറിയാം? എൻ്റെ കർത്താവ് വരും, കർത്താവ് എന്നെയും ചേർക്കും. സ്തോത്രം. അതുകൊണ്ട് നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ തലയോളം വളരണം, വിശുദ്ധിയിൽ വളരണം. സ്തോത്രം. വിശുദ്ധിയിൽ തികവ് വരണം എന്നെല്ലാം സഭകളെ ഓർപ്പിക്കുവാൻ കാരണം റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയ സർവ്വ സൃഷ്ടിയും ഈറ്റുനോവോടുകൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി, മനുഷ്യപുത്രൻ വെളിപ്പെടുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ലോകത്തിലെ സൃഷ്ടികൾ പോലും കാത്തിരിക്കുമ്പോൾ ഒരു പ്രസവവേദനയുള്ള ഈറ്റുനോവോടുകൂടി ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി, വിടുതലിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അന്ന് ഞാൻ അവനായിരിക്കുന്ന പോലെ ഞാൻ അവനെ കാണും, മുഖാമുഖം കാണും. അപ്പോൾ സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് യേശുവിനെ, അപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വിശ്വസ്തനായി തീർന്നില്ലെങ്കിൽ, ആ സമയത്ത് രൂപാന്തരം പ്രാപിച്ചില്ലെങ്കിൽ, ഈ ശരീരത്തിന് രൂപാന്തരം പ്രാപിച്ചില്ലെങ്കിൽ, പുനർദാനം പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക എന്ന് തന്നെയാണ് തിരുവചനം എഴുതിയിരിക്കുന്ന. സ്തോത്രം. പിന്നെ കിടന്ന് കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഒന്നും കാര്യമില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ ഒരു വലിയ ഈഗർനെസ്, ആ ഒരു ദാഹത്തിനെ പറ്റിയാണ്, ആ ഒരു പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ആ ഒരു വലിയ ദാഹത്തിനെ പറ്റി വചനം എല്ലായിടത്തും പറയുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം, തീത്തോസിൻ്റെ ലേഖനം, ആ ഒരു ഭാഗ്യമേറിയ പ്രത്യാശ എന്ന തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ടൈറ്റസ് അല്ലെങ്കിൽ തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്ന ലുക്കിംഗ് ഫോർ ദാറ്റ് ബ്ലെസ്സഡ് ഹോപ്പ്. ആ പ്രത്യാശ ഏതാണ്? ഭാഗ്യമേറിയ പ്രത്യാശ. കാര്യം പ്രത്യാശ ഇല്ലെങ്കിൽ, എടുക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ശാപമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിത്യ നാശമാണ്. നമുക്ക് എപ്പോഴാണ് ഈ അന്തിക്രിസ്തു വെളിപ്പെടുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് പഠിക്കാം. എന്നാലേ നമ്മുടെ ഒത്തിരി സംശയങ്ങളൊന്ന് മാറത്തുള്ളൂ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 7 തൊട്ട് ഒന്ന് വായിച്ചാട്ടെ. 7 തൊട്ട് 14 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെസ്. സ്തോത്രം. 2 Thessalonians chapter 2 verse 7 to 14. ഇവിടെ എഴുതിയിരിക്കുന്നത് അധർമ്മത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഈ അന്തിക്രിസ്തുവിൻ്റെ ലോലെസ്നെസ് അല്ലെങ്കിൽ ഒരു പ്രമാണമില്ലാത്തവൻ്റെ ഈ പ്രവൃത്തി ഇത് ഓൾറെഡി എന്ത് ചെയ്തു? ഇത് വ്യാപരിച്ച് തുടങ്ങി. ഇത് പൂർണ്ണമായിട്ട് എപ്പോഴാണ് വരുന്നത്? 7-ാമത്തെ വാക്യം. എപ്പോൾ?
തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുമ്പോൾ ആരാണ് ഈ തടുക്കുന്നത്? കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, യേശു പോയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായിട്ടാക്കിയിരിക്കും. എന്തിനാണ്? നമ്മളെ സ്വർഗത്തോളം എത്തിക്കുവാൻ ദൈവത്തിൻ്റെ മൂന്നാം വ്യക്തിത്വമാകുന്ന ദൈവത്തിൻ്റെ അതേ ആത്മാവ്, ദൈവം തന്നെ ആത്മാവായിട്ട്, അല്ലെങ്കിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ, ആസ് എ ഗൈഡ്, ആസ് എ ഹെൽപ്പർ, ആസ് എ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് കംഫർട്ടർ എന്നൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നു. അപ്പോൾ ഒരു ആശ്വാസകനായിട്ട് നമ്മളെ ഹല്ലേലൂയ ബലപ്പെടുത്തുവാനും നമ്മളെ വഴി നടത്തുവാനും ഹല്ലേലൂയ. സോ ഇവിടെ എഴുതിയിരിക്കുന്ന ആ തടുക്കുന്നവൻ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് അന്തിക്രിസ്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആരായിരിക്കണം എതിർ ക്രിസ്തു ആകേണ്ടത്, ആ മനുഷ്യൻ ഇപ്പോൾ ഓൾറെഡി ലോകത്തിൽ ഉണ്ട്. പക്ഷെങ്കിൽ ആ മനുഷ്യൻ്റെ മേൽ പിശാച് പൂർണ്ണതയോടുകൂടി വരാത്തതും, ഇവിടെ അനീതി, ഇവിടെ നമ്മൾ കണ്ടു ലോലെസ്നെസ്, അല്ലെങ്കിൽ ഈ അനീതിയുടെ ആത്മാവ് ഇവിടെ വെളിപ്പെടാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തടുക്കുക. കാരണം തിരുസഭ ഇവിടെ ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് പോയി കഴിയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുമ്പോൾ, പിന്നെ 8ാമത്തെ വാക്യം, അപ്പോൾ എതിർ ക്രിസ്തു, അല്ലെങ്കിൽ ദ ലോലെസ്നെസ്, ഈ അധർമ്മമൂർത്തി, ധർമ്മമില്ലാത്തവൻ എന്ന് വെച്ചാൽ നീതിയില്ലാത്തവൻ, അപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത്. ദൈവം നീതിമാനായ ദൈവം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്. എന്തുവാ? എതിർ ക്രിസ്തു, അധർമ്മമൂർത്തി, അല്ലെങ്കിൽ സ്തോത്രം നീതിയില്ലാത്തവൻ, ദ ലോലെസ്നെസ്, ദ ലോലെസ് വൺ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. അവൻ വെളിപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് അവനെ ദൈവം അവസാനം എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. 7 വർഷം കഴിഞ്ഞിട്ട് കർത്താവും സഭയും ദൂതന്മാർ വരുമ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ, ആ തേജസ്സിൽ തന്നെ അവൻ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വായിലെ ശ്വാസം കൊണ്ട് അവനെ നശിപ്പിക്കും. വായിൽ നിന്ന് തീ ഇറക്കി അവനെ നശിപ്പിക്കും. സ്തോത്രം. അതുവരെ അവൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? അധർമ്മത്തിൻ്റെ വ്യാപാര ശക്തി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ദുഷ്ടാത്മ, അതൊരു ഭയങ്കരമായിട്ടൊരു സാത്താന്യ ശക്തിയാണ്. ആ ശക്തി അങ്ങോട്ട് കയറിയിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ രക്ഷിക്കപ്പെടാൻ വയ്യാത്തവർ ആ സമയത്ത് രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ ചിരിയാണ് വരുന്നത്. കാര്യം ഉപദേശിമാർക്കായ അല്ലെങ്കിൽ സുവിശേഷകരായ ഞങ്ങൾക്കറിയാം ഒരു വ്യക്തിയെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാനും, ഒരു ജാതീയനായ വ്യക്തിയോട് ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അവന്, അല്ല ഒരു വിശ്വാസിയുടെ മക്കളെ പോലും, അടുത്ത തലമുറയെ പോലും ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അവർ എന്തൊക്കെ ന്യായവും തർക്കമാണ് പറയുന്നത്. എത്ര പാടാണ് ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കാനില്ലേ? സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇത്രയും പ്രവർത്തിക്കുമ്പോൾ, സ്തോത്രം. അപ്പോൾ ആ സമയത്ത് സാത്താന എതിർ ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യന് പൂർണ്ണ ശക്തി കിട്ടി. ഇവിടെ ഉള്ള വലിയ 3000 കോടിയുടെ വിഗ്രഹം ഉണ്ടല്ലോ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ വലിയത് ഇന്ത്യയിലുള്ളത്, അത് തൊട്ട് ഇവിടെയുള്ള വലിയ വിഗ്രഹങ്ങളെല്ലാം സംസാരിക്കും. അതിന് വരെയും ശക്തി പ്രാപിച്ചവൻ, അല്ലെങ്കിൽ ആ ഒരു അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തി ഇവിടെ വ്യാപരിക്കുമ്പോൾ, സ്തോത്രം, ആൾക്കാർ ഈ അസത്യം, ഈ കള്ളത്തരം എന്ത് ചെയ്യും? അതിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വിശ്വസിച്ച് അവരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവില്ല, ഈ അതിശക്തിയോടുകൂടിയുള്ള ഒരു അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തി ഉള്ളപ്പോൾ അവരെല്ലാം ആ ഒരു ആത്മാവിനാൽ അങ്ങ് വ്യാപരിക്കും. ഓൾറെഡി 10ാമത്തെ വാക്യം, ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നതാ. കാരണം കൃപായുഗത്തിൽ കർത്താവിൻ്റെ വരവിങ്കൽ വരെ, കാഹളം ഊതുന്നവരെയും ദൈവം അവർക്ക് രക്ഷിക്കപ്പെടുവാൻ ആവശ്യത്തിലും അധികം ചാൻസ് കർത്താവ് അവർക്ക് കൊടുത്തു. ആ സമയത്ത് ഇവിടെ വളരെ വ്യക്തമായിട്ടല്ലേ 10ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 2 തെസ്സലോനി 2:10 എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് അവരത് സ്വീകരിക്കാഞ്ഞത് കൊണ്ട് ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിച്ചതാണ്. ഈ വാക്യത്തിൽ തന്നെ വ്യക്തമല്ലേ? എടുക്കപ്പെടാതിരിക്കുന്ന പാസ്റ്റർമാരും എടുക്കപ്പെടാതിരിക്കുന്ന സുവിശേഷകരും വിശ്വാസികൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ഇവിടെ ദൈവം അറിഞ്ഞുകൊണ്ട്, ദൈവം അവസരം കൊടുത്തപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അവർക്ക് മനസ്സില്ലാഞ്ഞത് കൊണ്ട് അവരെ ഈ വ്യാപാര ശക്തിയിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് എത്ര വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. 11ാമത്തെ വാക്യം, യെസ്, ഞാൻ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ എല്ലാം എത്ര വ്യക്തമാണ്. സത്യം ദൈവം പറഞ്ഞപ്പോൾ ദൈവദാസന്മാർക്കൂടും ദൈവം നേരിട്ട് ഇടപെട്ട് വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ സത്യം വിശ്വസിക്കാൻ കഴിയാതെ ഈ ഓരോ വചനഭാഗങ്ങളും എടുത്തത് അങ്ങനല്ല, അത് അനുസരിക്കാൻ മനസ്സില്ലാത്തത് അത് ഇങ്ങനെ എന്ന് ബുദ്ധിയിൽ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് വിടുന്ന എല്ലാവർക്കും ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് 11ാമത്തെ വാക്യം, ദൈവം അവരെ ഒരു ഭയങ്കര ബലമുള്ള ഒരു വ്യാപാര ശക്തി, ഈ അന്തിക്രിസ്തുവിൻ്റെ ഈ അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തിയുടെ കീഴിൽ അവരെ ആക്കും.
എത്ര വ്യക്തമായി വാക്യത്തിൽ നിന്ന് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതും അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തെ അറിയുവാൻ ദൈവം അല്ലെ സുവിശേഷ വേല ചെയ്യുന്നവരായിരിക്കും അവർ അവിശ്വസ്തരായി തീരുമ്പോൾ ഇവിടെ എത്ര വ്യക്തമാണ് ദൈവത്തിന് വേണ്ടി നിൽക്കാഞ്ഞത് കൊണ്ട് അവരെ ദൈവം ഈ ഒരു ഭയങ്കര ബലമുള്ള വ്യാപാര ശക്തിയിലാക്കിയിട്ട് ദാറ്റ് ദേ ഷുഡ് ബിലീവ് ദ ലൈ, അല്ലെങ്കിൽ അവർ ഈ പോസ്റ്റ് വിശ്വസിക്കുമാർ അവരുടെ മനസ്സിനെ പിശാചങ്ങ് മാറ്റും. ദൈവം അത് അനുവദിക്കും. യെസ്, 13-ാമത്തെ വാക്യം. യെസ്, പ്രൈസ് ദി ലോർഡ്. 14 വായിക്കുമ്പോൾ യെസ് നമ്മുടെ വിളി എന്തുവാ? പ്രൈസ് ദി ലോർഡ്. എത്ര വ്യക്തമായിട്ട് എവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അവന്റെ കൂടെ മഹത്വം പ്രാപിക്കുവാൻ, തേജസ്കരിക്കപ്പെടുവാൻ, ടു ബി ഗ്ലോറിഫൈഡ് ടുഗെദർ വിത്ത് ഹിം. അതിനുവേണ്ടിയാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. തെസ്സലോനിക്ക സഭയോട് പറയുക, നീ ഓരോരുത്തരോട് പറയുക, ഈ സമയത്ത് സത്യം വിശ്വസിക്കാതിരിക്കുന്നവരെ ഒരിക്കലും സെക്കൻഡ് ചാൻസ് ഉണ്ട്, ക്രിസ്ത്യാനികൾക്ക് വിശ്വാസികൾക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരെല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ്. ഇത് ഇനി നമ്മൾ പഠിക്കാൻ പോകും, ചില പ്രവചന ഭാഗങ്ങൾ വായിക്കാൻ പോകും. ഇത് യഹൂദന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് യാക്കോബിന്റെ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണെന്ന് ബൈബിൾ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ വാക്യങ്ങളിൽ നിന്നെല്ലാം എത്ര വ്യക്തമാണ്. For the redemption of Jews, ഇത് യഹൂദന്മാരുടെ വീണ്ടെടുപ്പ്, യാക്കോബിന്റെ മക്കൾ, ഇത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനുള്ളതാണ്. ഇവിടെ ഒരു മെൻഷനിങ്ങും ബൈബിളിൽ നിങ്ങൾ എവിടെ നോക്കിയാലും 7 വർഷത്തെ മഹാവീടന കാലത്ത് ഇവിടെ ഒരു ചർച്ച ഉള്ളതായിട്ടോ, ഇവിടെ പാസ്റ്റർമാർ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നതായിട്ടോ, ഇവിടെ സുവിശേഷകര് ഇറങ്ങി കർത്താവിന്റെ വേല ചെയ്യുന്നതായിട്ടോ ഒന്നും തിരുവചനം, ഇവിടെ ഒരു ക്രിസ്ത്യാനി ഒരു വിശ്വാസി ഉള്ളതായിട്ട് പോലും തിരുവചനം പറയുന്നില്ല. വിശ്വാസി ആയിരുന്നിരിക്കാം, അവൻ കർത്താവിന് വരും, പിന്നെ അവന്റെ പേര് വിശ്വാസി എന്നല്ല, പിന്നെ അവന്റെ പേര് എന്തുവാ? ദൈവത്തിന് മുമ്പിൽ അനുസരണക്കെട്ടവൻ, അവിശ്വസ്തൻ. അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുവാനായിട്ട് ഞാൻ ഹല്ലേലൂയ ഓർപ്പിക്കട്ടെ. പലപ്പോഴും ഈ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം എപ്പോഴും ഈ ഫണ്ടും വെളിയിൽ നിന്ന് വരുമ്പോൾ അല്ല സഭകളിലൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് പല ടീച്ചിങ്സും വെളിയിൽ നിന്ന് വരുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഹോളിവുഡിൽ തന്നെ റിലീസ് ചെയ്ത് എൻഡ് ടൈംസ് അല്ലെങ്കിൽ ട്രിബുലേഷൻ, ദ ലാസ്റ്റ് ടൈംസ് എന്നൊക്കെ പറഞ്ഞ് പല മൂവീസ് ഹോളിവുഡ് റിലീസ്, ഒരു 5-8 മൂവിയുണ്ട്. ചിലതൊക്കെ എൻ്റെ കൂടുതൽ മിക്കവാറും എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്, ഹാർഡ് ഡിസ്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ എൻഡ് ടൈം മൂവീസ് ഹോളിവുഡിൽ റിലീസ് ചെയ്ത് കാണുമ്പോൾ അതൊക്കെ ഒരു പുസ്തകത്തെ ബേസ് ചെയ്ത്, അപ്പോൾ ആദ്യം പുസ്തകങ്ങളാണ് പിശാച് ഓരോരുത്തരെ കൊണ്ട് എഴുതിപ്പിച്ച്, പിന്നെ മൂവീസ്. അപ്പോൾ അതിനകത്തെല്ലാം കാണിക്കുന്നത് അന്തിക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും കർത്താവ് വന്ന് പോയി കഴിയുമ്പോൾ ഈ ബാക്കി എടുക്കപ്പെടാത്ത ദൈവമക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി, എന്നാൽ ബാ നമുക്ക് കൂടാം മക്കളെ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം കൂടി ബങ്കറിൽ കൂട്ടായ്മ കൂടുകയും ആ സമയത്ത് എടുക്കപ്പെടാതിരിക്കുന്ന പാസ്റ്റർമാർ കരഞ്ഞ് അവരുടെ പാപത്തിന് ക്ഷമ ചോദിച്ചിട്ട് അവരെല്ലാം ഒന്നിച്ചിരുന്നിട്ട് കൂട്ടായ്മ കൂടുകയും രക്ഷിക്കപ്പെടുത്തുകയും ഓരോരുത്തരെ സ്നാനപ്പെടുത്തുകയും അങ്ങനെ ഒത്തിരി പേര് ദൈവസന്നിധിയിൽ വരുന്ന വലിയ മൂവ്മെൻറ്റ് ഇവിടെ സഭയുടെ സുവിശേഷ പ്രവർത്തനം നടക്കും. ഒന്നും വചനത്തിലില്ല. മൂവി കാണും. അയ്യോ ഞാൻ മൂവിയിൽ അങ്ങനെ കണ്ടല്ലോ എന്ന് അവിടെ കർത്താവിനോട് ചോദിക്കും, കർത്താവ് ചിരിക്കും. മൂവി കാണുന്നതാണോ പ്രമാണം? തിരുവചനത്തിൽ നോക്ക് ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടു, തടുക്കുന്നവൻ പരിശുദ്ധാത്മാവ് വഴിമാറിക്കൊടുത്തു, സഭ എടുക്കപ്പെട്ടു, പിന്നെ ദൈവത്തിന് ഒരു നീതിയും ഈ ലോകത്തോടില്ല. ദൈവത്തിൻ്റെ ക്രോധ കലശം ഓരോന്നായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, നമുക്കറിയാം, യെസ്, ഹല്ലേലൂയ, ഒരു ദൈവത്തിൻ്റെ നീതിയും ഈ ലോകത്തിൻ്റെ മേലില്ല. കർത്താവ് അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കാൻ. അതുകൊണ്ട് ഇവിടെ ഒരു സുവിശേഷ പ്രവർത്തനം നടക്കത്തില്ല. ഇവിടെ പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിലല്ലേ സുവിശേഷ പ്രവർത്തനം നടക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഇല്ലാതെ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞു. അതെന്ത് പ്രവർത്തനമാണ്? വല്ല ഈ അഡ്മിനിസ്ട്രേഷൻ, ചാരിറ്റബിൾ ട്രസ്റ്റോ സൊസൈറ്റിയുടെ വർക്കൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും. ഒരു ഓർഗനൈസേഷണൽ വർക്ക് ചർച്ച് എന്ന് പറഞ്ഞ് നടത്തുമായിരിക്കും. അന്ന് ഇവിടെ ഒന്നും ചർച്ച് കാണത്തില്ലല്ലോ. അരിയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. മുദ്ര ഏക്കാത്തവർക്ക്, ഇപ്പം വാക്സിൻ കിട്ടാത്തവർക്ക് ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ പല കമ്പനിയിലും ഓൾറെഡി പറഞ്ഞു, വാക്സിൻ എടുക്കാത്തവർക്ക് ജോലിക്ക് വരണ്ട എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ച പോലെ അതിൻ്റെ ഒരു ഏകദേശം ഒരു മുന്നോടിയാണ്. നമുക്ക് ഏകദേശം ആ കാര്യങ്ങൾ മനസ്സിലാകാൻ എത്ര ഘോരമാണ് ആ ഒരു കാലഘട്ടത്തിലെ. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ ഒരു സുവിശേഷ പ്രവർത്തനവും കാണത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, തിരുവചനം പറയുന്നത് 2 സാക്ഷികൾ. അത് നമ്മൾ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ് വായിക്കാം. ആ 2 സാക്ഷികൾ മാത്രം കാണും. ഒരു സാക്ഷി ആരാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഏലിയാവാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 സാക്ഷികൾ മാത്രം വന്ന് ലോകത്തോട് സുവിശേഷം അറിയിക്കും. ആ സമയത്ത് യഹൂദന്മാർക്ക് വേണ്ടി, കാര്യം ആ 2 സാക്ഷികളും പഴയ നിയമത്തിൽ നിന്നുള്ള സാക്ഷികളാണ്.
കുത്തിയെങ്കിലേക്ക് അവർ നോക്കുന്നത് വരെയും ഇസ്രായേലിൻ്റെ രൂപാന്തരത്തിന് വേണ്ടി. അല്ലാതെ ഇവിടെ എടുക്കപ്പെടാതിരിക്കുന്ന ക്രിസ്ത്യാനികളെ പറ്റി ഒരു വാക്കും പറയുന്നില്ല. അതുകൊണ്ട് ഈ ചാൻസിന് പോയില്ല, അടുത്ത ചാൻസിന് പോകാം എന്ന് പ്രസംഗിക്കുന്നവർ അവരെ അടുപ്പിക്കില്ല, അവരുമായിട്ടുള്ള കൂട്ടായ്മ കൂടല്ല. കാരണം അവർ നിങ്ങൾ നരകത്തിൽ കൊണ്ടുപോകും, അവരും പോകത്തില്ല. യേശു കർത്താവ് പറയുന്ന പോലെ അനേകർ പോകുവാൻ തടസ്സമായിട്ടിരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വർഗത്തിൽ പോകാൻ അല്പം വില കൊടുത്താലേ പറ്റൂ. ഒരു വേർപാടുള്ള വിശുദ്ധിയും വേർപാടോടുള്ള ജീവിതം ഉണ്ടെങ്കിലേ പറ്റൂ. സ്തോത്രം. നിസാരമല്ല. ജസ്റ്റ് എവിടെയെങ്കിലും പോയി മുങ്ങിയാൽ സ്നാനപ്പെട്ടാൽ ഒന്നും പറ്റത്തില്ല. രക്ഷിക്കപ്പെടുവാന്ന് പറഞ്ഞ് ചുമ്മാ ഏറ്റു പറഞ്ഞാൽ പറ്റത്തില്ല. രൂപാന്തരം ഉള്ളിൽ നിന്ന് വരണം. ദൈനംദിന ജീവിതത്തിൽ ഒരു മാനസാന്തരം, ഒരു രൂപാന്തരം അവസാനം വരെയും നമ്മൾ എന്തുകൊണ്ടിരിക്കണം? രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ രക്ഷയുടെ അനുഭവം, ഒരു ശുദ്ധീകരണത്തിന് അനുഭവം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 11 വേഴ്സ് 3. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യെസ്. സ്തോത്രം. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ 2 സാക്ഷികൾ അവര് രട്ടുടുത്തുകൊണ്ട്, ഈ രട്ടുടുത്ത് ശുശ്രൂഷിക്കുന്നത് എവിടുത്തെ പ്രമാണം? പുതിയ നിയമ പ്രമാണമാണോ പഴയ നിയമ പ്രമാണമാണോ? പഴയ നിയമ പ്രമാണം നമുക്കറിയാമല്ലോ. ദാവീദ്, യോബ്, അവരൊക്കെ പ്രൈസ് ലോർഡ് അവരെ വളരെ ദൈവസന്നിധിയിൽ താഴുകയും ദൈവസന്നിധിയിൽ അതുപോലെ ശക്തിയേറിയ ശുശ്രൂഷ ചെയ്യേണ്ട സമയത്ത് മുട്ടുമേയിടുന്ന ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയത്തൊക്കെ അവരെന്ത് ചെയ്തു? അവരുടെ നല്ല വസ്ത്രമൊക്കെ മാറി ചണത്തിൻ്റെ വസ്ത്രം, ചാക്കിൻ്റെ വസ്ത്രം ഇടുമ്പോൾ ചൊറിയും നമുക്കറിയാം. രട്ടുടുത്തുകൊണ്ട് ചാരത്തിലിരുന്നൊക്കെ നമുക്കറിയാം അവർ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേൽ പോലുള്ള പ്രവാചകന്മാരൊക്കെ ഇസ്രായേലിന് വേണ്ടി കരഞ്ഞപേക്ഷിക്കുന്ന നമുക്കറിയാം. അപ്പം ഈ രട്ടുടുത്തുകൊണ്ട് അവർ ശുശ്രൂഷിക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ശുശ്രൂഷ. അപ്പം എത്ര ശുശ്രൂഷകരുണ്ട്? നമ്മൾ ഈ ഗ്രേറ്റ് ട്രിബുലേഷനിലും, ട്രിബുലേഷൻ 1, 2, 3 അല്ലെങ്കിൽ എൻഡ് ടൈംസ് അതിലൊന്നും കണ്ട മൂവിയിൽ കണ്ട പോലല്ല. ഇവിടെ ഒത്തിരി പാസ്റ്റർമാരും അല്ലെങ്കിൽ ഒത്തിരി പാസ്റ്റർമാരെ ഇവിടെ ശുശ്രൂഷിക്കുന്നില്ല. ദൈവദാസന്മാരൊന്നും പുതിയ നിയമത്തിലെ ശുശ്രൂഷയൊന്നും ഇവിടെ ഇല്ല. 2 സാക്ഷികളെ, 2 ശുശ്രൂഷകരെ ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞിട്ട് എതിർ ക്രിസ്തു തനി സ്വഭാവം കാണിക്കുമ്പോൾ യെരൂശലേം ദേവാലയത്തിൽ മ്ലേച്ഛ മൃഗങ്ങളെ യാഗം കഴിക്കുകയും അതിനെ മല്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായ, അയ്യോ ഞങ്ങൾക്ക് ചതി പറ്റി, ഞങ്ങൾ അന്ന് ക്രൂശിച്ചതായിരുന്നു കർത്താവ്. എങ്കിലും അവർക്കൊരു ഫുൾ ഉറപ്പായിട്ടില്ല. പ്രവചന ഭാഗത്തിൽ നിന്നും പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൽ നിന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരിൽ നിന്ന്. അതുകൊണ്ട് പഴയ നിയമം അവരെ ഉൾക്കൊള്ളുന്ന, വിശ്വസിക്കുന്ന, അവർ കേട്ടാൽ അനുസരിക്കുന്ന കാര്യം. പഴയ നിയമത്തിൻ്റെ പല സ്ഥലത്താണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ മധ്യസ്ഥൻ, ഇസ്രായേൽ മക്കളും ദൈവവുമായിട്ട് മധ്യസ്ഥത വഹിച്ച മോശയുടെ പേര് 2 സാക്ഷികൾ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ മോശ ആയിരിക്കും എന്ന് നമ്മൾ പറയുവാൻ കാരണം മോശയും ദൈവം എന്ത് ചെയ്തു? ദൈവം പിന്നെ കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തോളം എടുത്തു. പക്ഷേ ഇവിടെ ഏലിയാവിൻ്റെ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മലാക്കി നമുക്ക് വായിക്കാം. മലാക്കി 4-ാമത്തെ അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ആ ഭയങ്കര നാൾ വരുന്നതിന് മുമ്പേ കർത്താവ് എന്ത് ചെയ്യും? ഏലിയ പ്രവാചകനൊക്കെ എടുക്കപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ മലാക്കിയ പ്രവാചകൻകൂടി പറയുന്നത്. ഏലിയാവിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് അനേക 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ മലാക്കി പ്രവാചകൻകൂടി പറയുന്നത്, ഇനി ഞാൻ ആരെ അയക്കും? ആ ഭയങ്കര നാൾ വരുന്നുണ്ട്, അന്ന് ഞാൻ ഏലിയാവിനെ അയക്കും. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് 2 സാക്ഷികളെ ദൈവം അയക്കും. അവരെ രട്ടുടുത്തുകൊണ്ട് അവർ വന്ന് പഴയ ഇവിടെ കിടക്കുന്ന രക്ഷിക്കപ്പെട്ട കാര്യം ക്രിസ്ത്യാനികൾക്കും ഇവിടുത്തെ വിശ്വാസികൾക്ക് എടുക്കപ്പെടാതിരിക്കുന്ന പാസ്റ്റർമാർക്കും എല്ലാം വചനം നല്ലപോലെ അറിയാമല്ലോ. അവർ പ്രസംഗിക്കുന്നത് യേശുവാണ്, യേശുവ ഹ മഷിഹ, എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ യേശുവാണ് മഷിഹ, നിങ്ങൾ ക്രൂശിച്ച യേശു കർത്താവാണ് മഷിഹ എന്നാണ് അവർ പ്രസംഗിക്കുന്നത്. അത് സക്കറിയ പ്രവചന പുസ്തകത്തിൽ ഹല്ലേലൂയ അതിൻ്റെ 12-ാം അധ്യായം 10 എല്ലാ വാക്കും ഞാൻ എടുപ്പിച്ച് വായിക്കുന്നില്ല. സക്കറിയ 12:10 വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ കുത്തിയെങ്കിലേക്ക് അവർ നോക്കുന്നത് വരെയും. സ്തോത്രം. ഹല്ലേലൂയ. അവർ ആ നാൾ, ഹല്ലേലൂയ, ആ ഭയങ്കര നാളിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. വീണ്ടും വെളിപ്പാട് പുസ്തകം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായം 19ഉം 20ഉം. റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 19 and 20. യെസ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു വലിയ ന്യായവിധിയെ അനുസരണക്കെട്ടവരെയും യേശുവേ എന്ന് വിളിക്കാത്ത ഇസ്രായേൽ മക്കളെ എല്ലാം ദൈവം എന്ത് ചെയ്യാൻ പോവാ? വലിയ ന്യായവിധിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓരോ മുദ്ര പൊട്ടുമ്പോഴും ദൈവത്തിന്റെ ക്രോധ കലശത്തെ പറ്റി നമുക്ക് താഴോട്ട് വായിക്കാം. സ്തോത്രം. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗം, അന്ന് നമ്മുടെ സബ്ജക്റ്റ് അതല്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു മുന്തിരി ചക്കിലിട്ട്, വീണ്ടും പ്രവചന ഭാഗത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ അവരെ യാക്കോബിന്റെ മക്കളെ, അങ്ങനെ വചനം പറഞ്ഞു, യാക്കോബിന്റെ മക്കളെ ഞാൻ മുന്തിരി ചക്കിലിട്ട് ഞാൻ അരയ്ക്കും, അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ മേൽ തെറിച്ചു എന്ന് വേറെ ഭാഗത്തിലും എഴുതിയിട്ടുണ്ട്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടു. സെഫന്യ പ്രവചന പുസ്തകത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. സെഫന്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 14 തൊട്ട് താഴോട്ട് 18-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചാട്ടെ. സെഫന്യ ചാപ്റ്റർ 1 വേഴ്സ് 14 to 18. യെസ്. യെസ്, ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവമക്കളെ. എത്ര ആരോഗ്യമുള്ളവൻ, എത്ര ധനമുള്ളവൻ, എത്ര വീരൻ, രാജാക്കന്മാരും വീരപടയാളികളും ഒക്കെ കിടന്ന് നിലവിളിക്കും. എത്ര വ്യക്തമായിട്ടാ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. യഹോവയുടെ ഭയങ്കര ദിവസം, ആർക്കതിനെ സഹിക്കാൻ പറ്റിയ? വീരൻ നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം. അതുകൊണ്ടാണ് പറയുന്നത് സഭ ഇതിൽ കൂടി കടന്നു പോകത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, പോസ്റ്റ് ട്രിബുലേഷൻ എന്ന് പറഞ്ഞ് ചിലർ വിശ്വസിക്കുന്നുണ്ട്. ആ 7 വർഷത്തിന്റെ കാലത്തിൽ സഭയും ഇവിടെ കാണും എന്ന് വിശ്വസിക്കുന്നവർ. എത്ര പോഷത്വമാണ്, അറിവില്ലായ്മ. ഇവിടെ എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ആ മഹാക്രോധ ദിവസം വെളിപ്പാട് ദിവസത്തിൽ എഴുതിയിട്ടുണ്ട്. ആരതിനെ സഹിക്കുവാൻ കഴിയും? അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുന്ന ദിവസം. നമ്മൾ അനുസരണക്കെട്ടവരാണോ? അല്ല, എനിക്കറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിന് വേണ്ടിയല്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞോളൂ, ഞാൻ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാ. പ്രൈസ് ലോർഡ്. ദൈവം നമ്മളെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഹല്ലേലൂയ. നമ്മൾ ക്രോധത്തിനായിട്ട്, വി ആർ നോട്ട് അപ്പോയിന്റഡ് ഫോർ ദ wrath ഓഫ് ഗോഡ്. നമ്മൾ ക്രോധത്തിന് വേണ്ടി അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? രക്ഷയ്ക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. യെസ്, ഹല്ലേലൂയ. 15 വായിച്ചാട്ടെ. യെസ്. സത്യമല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ സൂര്യനും മേഘവും ഒന്നും ഇനി അല്ല, ചന്ദ്രനും ഒന്നും ഇനി പ്രകാശിക്കത്തില്ല, ഇരുട്ടും അന്ധകാരമുള്ള ദിവസം. യെസ്. യെസ്. അനുസരണക്കെട്ടവരെ പാപം ചെയ്ത് അവരുടെ രക്തം എങ്ങനെ? പൊടി പോലെയും മലം പോലെ കിടക്കും. അതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ ശരീരങ്ങളെല്ലാം മലം പോലെ, കാഷ്ടം അല്ലെങ്കിൽ മലം അല്ലെങ്കിൽ ചാണകം കുന്നിക്കുന്ന പോലെ കുന്നുകളായിട്ട് ഈ ശവശരീരങ്ങൾ കിടക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ദിവസത്തെ പറ്റി. അത് ആർക്ക് വേണ്ടിയാ? യെസ്. അവരുടെ യെസ്, സ്തോത്രം. ഇവിടെ എല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാ? ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ്. ഇസ്രായേലിന് വേണ്ടിയാണ് ആ മഹാദിവസം. ആ മഹാദിവസം ഇസ്രായേൽ മക്കളുടെ യെരമ്യാ പ്രവചന പുസ്തകത്തിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. യാക്കോബിന്റെ ആ ട്രബിൾ, ജേക്കബ്സ് ട്രബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. യെരമ്യാ 30-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. യെരമ്യാ പ്രവചനം, ജെരമ്യാ ചാപ്റ്റർ 30 വേഴ്സ് 7. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ആരുടെ കഷ്ടകാലമാണ്? ആ മഹാദിവസത്തെ പറ്റി യെരമ്യാവിൽ പറയുന്നു, മലാക്കിയിൽ പറയുന്നു, സെഫന്യാവിൽ പറയുന്നു. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ സക്കറിയ പ്രവചന പുസ്തകത്തിൽ പറയുന്നു. ആ മഹാകഷ്ടം, ആ ക്രോധ ദിവസം, അത് ആർക്ക് വേണ്ടിയാ? മറ്റുള്ളവരെല്ലാം നശിക്കും. ഈ കർത്താവിനെ അറിഞ്ഞിട്ട് അവിശ്വസ്തരായി തീർന്നവർ നശിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ആരാണ് രക്ഷിക്കപ്പെടുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്ന ഇറ്റ് ഈസ് എ ജേക്കബ്സ് ട്രബിൾ എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം യാക്കോബിന്റെ കഷ്ടകാലം, പക്ഷേ അവസാനം എന്ത് ചെയ്യും? ഒരു നാളെന്ന് പോലെ അവർ കുത്തുവിങ്കിലേക്ക് നോക്കുമ്പോൾ അവർക്ക് രക്ഷ വരും. ഇസ്രായേലിന് മാത്രം രക്ഷയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദാനിയേലിന്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായത്തിൽ കരഞ്ഞു പ്രൈസ് ലോർഡ് ദാനിയേൽ കർത്താവിനോട് ചോദിക്കുക, എപ്പോൾ ഞങ്ങൾക്ക് ഒരു രക്ഷ വരും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച് ദേശശക്തി അതിനെ, പേർഷ്യൻ ശക്തി അതിനെ തടഞ്ഞു. അവസാനം ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ദൂതൻ വന്ന്, പ്രധാന ദൂതൻ വന്ന് യുദ്ധം ചെയ്ത് ശത്രുവിനെ കീഴ്പ്പെടുത്തി. ഗബ്രിയേൽ വന്നിട്ട് ആ ദൈവത്തിന്റെ ദൂത് പറയുമ്പോൾ, ദൈവം തന്നോട് സംസാരിക്കുമ്പോൾ അവിടെ എത്ര
വളരെ വ്യക്തമായിട്ട് ആ ദാനിയേൽ പ്രവചന പുസ്തകം 9-ാം അധ്യായം 12-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇസ്രായേലിന് യസാലിൽ രക്ഷ വരുന്നത് അവസാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കൃപായുഗത്തിൽ ഒന്നും അവർക്ക് രക്ഷയില്ല. ഈ കൃപായുഗത്തിലും ഒരു യഹൂദന് യസാലിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ ആരിൽ കൂടെ മാത്രമേ ഉള്ളൂ. ദെർ ഇസ് ഓൺലി വൺ വേ, യേശുവിൽ കൂടെ മാത്രമുള്ള രക്ഷ. പിന്നെ അവന് ആ ജാതി അല്ലെങ്കിൽ ആ യഹൂദന് ദൈവത്തിൻ്റെ ഒരു നീതിയായി ഇത്രയും നാളും ദൈവത്തിൻ്റെ മക്കളല്ലായിരുന്നോ? അതുകൊണ്ട് അവർക്കുള്ള രക്ഷയുടെ സമയം ഇറ്റ് ഇസ് ജേക്കബ്സ് ട്രബിൾ. ഇത് യഹൂദന്റെ കഷ്ടം. നമ്മളോട് കർത്താവ് പറയുന്ന കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം, റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് നമ്മളോട് എല്ലാ സഭയ്ക്കുള്ള ദൂതനോട് പറഞ്ഞു, നിങ്ങൾ ആ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവീൻ, ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവീൻ. 2-3 വാക്യങ്ങൾ ലേഖനത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 6. Praise the Lord. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവകോപം, the wrath of the Lord will come upon the disobedient. അപ്പം ദൈവത്തിൻ്റെ കോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ വചനത്തിലുടനീളം കണ്ടു, ഈ മഹാപീഡനകാലം ദൈവം ശിക്ഷിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാലം, അനുസരണക്കെട്ടവരെ ശിക്ഷിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാലം. വീണ്ടും നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എഫേസ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 6. സ്തോത്രം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് വ്യർത്ഥവാക്കിനാൽ ആരും നിങ്ങൾ എന്ത് ചെയ്യില്ല, ചതിക്കല്ല. സ്തോത്രം. അല്ലെ, ഈ വക ദൈവത്തിന്റെ കോപം സത്യവചനം കേട്ട് നമ്മൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ, എന്തെങ്കിലും തെറ്റായ ഉപദേശം കേട്ട് പോയാൽ ഇത് നിമിത്തം ദൈവത്തിന്റെ കോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. എത്ര വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. വീണ്ടും ലേഖനത്തിൽ നിന്ന് റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 18. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ കോപം അനീതി ചെയ്യുന്നവൻ, അനുസരണക്കെട്ടവന്റെ മേൽ. അപ്പൊ ഈ 3 വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചു. ഒത്തിരി വാക്യങ്ങളുണ്ട്, നമ്മളെ പെട്ടെന്ന് 3 വാക്യം വായിച്ചാൽ 3 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അനുസരണക്കെട്ടവരുടെ മേൽ ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു. നമ്മളോട് തെസ്സലോനിക്ക ലേഖനത്തിലും എല്ലായിടത്തും പറയുന്നത്, സ്തോത്രം ഹല്ലേലൂയ, നമ്മളെ കോപത്തിനല്ല, നമ്മൾ അതിൽ നിന്ന് രക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ ഈ കോപത്തിൽ നിന്ന് എന്ത് ചെയ്തു, രക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, എൻ്റെ വാക്ക് നിങ്ങൾ പാലിച്ച നിമിത്തം. യെസ് ഹല്ലേലൂയ. സഭയോട് പറയുന്നത്, സ്തോത്രം, കർത്താവിൻ്റെ വാക്കുകൾ വാക്കായിട്ട് വചനം അനുസരിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ഇവിടെ യേശു കർത്താവ് സഭയോട് പറയുന്ന ഒരു കാര്യം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന 10-ാമത്തെ വാക്യത്തിൽ പറയുക, സ്തോത്രം, റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 10 and 11. ഇവിടെ പറയുന്നു, ആ വലിയ കഷ്ടതയുടെ കാലത്ത്, ലോകം മുഴുവനും കടന്നു പോകുന്ന ആ വലിയ കഷ്ടതയുടെ കാലത്ത് ഞാൻ നിന്നെ എന്ത് ചെയ്യും? കാര്യം കർത്താവ് നമ്മളെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് എടുത്തു, മധ്യാകാശത്തിലെടുത്തു. നീ ഇതിൽ നിന്നൊന്നുമല്ല, നിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് കൊണ്ട് കർത്താവിനോടുകൂടി തേജസ്കരിക്കപ്പെട്ട ശരീരവുമായിട്ട് നമ്മൾ ആ സമയത്ത് സന്തോഷിക്കുക. 11-ാമത്തെ വാക്ക്. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നെ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യുന്നു? 11-ാമത്തെ വാക്ക്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ നിന്നെ ക്ഷീണിപ്പിച്ച്, സാത്താൻ നിന്റെ കിരീടം, നിന്റെ രക്ഷ ഓടി അവസാനം വരെയും വിശ്വസ്തനായിരിക്കുന്നവനാണ് എന്ത് കിട്ടുന്നത്? കിരീടം കിട്ടുന്നത്. ബി ഫെയ്ത്ത്ഫുൾ ടിൽ ദി എൻഡ്. അവസാനം വരും വിശ്വസ്തനായിരിക്കുന്നവന് കിരീടം കിട്ടുമ്പോൾ നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നീ എന്ത് ചെയ്യണം? സ്തോത്രം ഹൽ. ഞാനൊരു കാര്യം വളരെ വ്യക്തമാക്കട്ടെ. സ്തോത്രം ഹൽ. ഇവിടെ വളരെ വില കൊടുത്ത്, ദൈവത്തിനു വേണ്ടി വില കൊടുത്തു, ഈ ഒരു ആയുസ് മുഴുവനും കർത്താവിനെ അറിഞ്ഞ ദിവസം തൊട്ട് വില കൊടുത്ത് ദൈവത്തിനു വേണ്ടി നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, ദൈവത്തിനു വേണ്ടി നിന്ന് വില കൊടുത്ത് ചുരുക്കം പേര്, ഒരു ചെറിയ ശേഷിപ്പ്, സ്മോൾ റെവനന്റ് എന്നൊക്കെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ആ ചെറിയ ശേഷിപ്പ് മാത്രം എടുക്കപ്പെടുമ്പോൾ എത്ര അനീതിയായി പോകും ഇല്ലേ? ദൈവം ഹല്ലേലൂയ, സ്തോത്രം. ഈ ആ ഒരു കാലഘട്ടം മുഴുവൻ അവിശ്വസ്തരായി ദൈവത്തിൻ്റെ വചനവും കൈക്കൊള്ളാതെ ക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു ചെറിയ കൂട്ടത്തെ ദൈവം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതെത്ര അനീതിയായിപ്പോവും. ദൈവം അനീതിയുള്ളവനാണോ? അപ്പോൾ പണ്ട് മരിച്ച ആൾക്കാർ, ആ കാലഘട്ടം അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിക്കാതെ പണ്ട് അവിശ്വസ്തരെ മരിച്ച ആൾക്കാർക്ക് ആർക്കും ചാൻസ് കിട്ടത്തില്ല. അവർ ന്യായവിധി പുസ്തകത്തിൽ കർത്താവിനോട് ചോദിക്കത്തില്ലേ, കർത്താവ് ഞങ്ങളൊക്കെ മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയില്ല. ഈ അന്തിക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം ദൈവം ഇങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അനീതി ഉള്ളവനായി പോകത്തില്ലേ? ദൈവം അനീതി ഉള്ളവനാണോ? അല്ല.
ദൈവം നീതിമാനാ ദൈവമക്കളെ. ഒരു വ്യക്തിയെ, പിശാചിനെ പോലും ദൈവത്തോട് ചോദ്യം ചെയ്യുവാൻ അനുവദിക്കത്തില്ല. പ്രമാണപ്രകാരം, തിരുവചന പ്രകാരം മാത്രം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം സെക്കൻഡ് ചാൻസ് കൊടുക്കത്തില്ല. വചനത്തിൽ നമ്മളതെങ്ങും കാണുന്നില്ല. അതുകൊണ്ട് ഈ ചാൻസിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്തൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിച്ച് പഠിപ്പിക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞവർ അവരിൽ നിന്ന് എന്ത് ചെയ്യണം? വിട്ടുമാറുവീൻ. സ്തോത്രം. ആ അന്തിക്രിസ്തുവിൻ്റെ, എതിർക്രിസ്തുവിൻ്റെ കാലഘട്ടം എത്ര ഭയാനകമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പലയിടത്തും എഴുതിയിട്ടുണ്ട്. നമുക്ക് പ്രധാന വാക്യം ഒന്ന് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 17. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. യെസ്, ഇവിടെ എഴുതിയിരിക്കുന്നത് ദ ഗ്രേറ്റ് ഡേ ഓഫ് wrath, who will be able to stand. അപ്പം അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുവാൻ മഹാകോപ ദിവസം. ദൈവമക്കൾ മനസ്സിലാകണം, ഈ സമയത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഓരോ ക്രോധകലശം ഒഴിക്കുന്നത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. വീണ്ടും വീണ്ടും ക്രോധകലശം ഒഴിക്കുക. ദൈവം ക്രോധകലശം ഒഴിക്കുക. അനുസരണക്കെട്ടവരെ, ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുവാൻ. ഹല്ലേലൂയ. ആൾക്കാർ, വലിയ ഭയങ്കരമായ രാജാക്കന്മാർ, ബുദ്ധിയുള്ളവർ, അവരൊക്കെ ഓടിയിട്ട് അവർ മലകളോട് പറയും, മലകളെ ഞങ്ങളുടെ മേൽ വീരണമേ, ഒന്ന് മരിക്കുവാൻ. പക്ഷെ മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഡെത്ത് ഷാൽ ഡിപ്പാർട്ട് ഫ്രം ദ. മരിക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവം അറിഞ്ഞുകൊണ്ട് അവരെ ടോർമെന്റ് ചെയ്യുവാൻ, അവരെ ദ്രോഹിക്കുവാൻ, അവരെ ഭയത്തിലാക്കുവാൻ, അവരെ വേദനിപ്പിക്കുവാൻ, അവരെ ലോകം മുഴുവനും ഇട്ട് ഓടിപ്പിക്കുവാൻ ദൈവം വെച്ചിരിക്കുക. സ്തോത്രം. നിനക്ക് ലോകത്തിൻ്റെ അറ്റത്തോളം ദൈവം നിന്നെ അയക്കും. ദൈവത്തിൻ്റെ സാക്ഷിയായി തീരണമെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ലജ്ജയില്ലേ? പിന്നെ ഈ ലോകം മുഴുവനും വെള്ളത്തിന് വേണ്ടി ഓടും, പച്ചിപ്പിന് വേണ്ടി ഓടും. കാരണം വെള്ളം മുഴുവൻ രക്തമായി തീരും. പച്ചിപ്പെല്ലാം ഇല്ലാതായിപ്പോകും. സൂര്യൻ എല്ലായിടത്തും ഇരുണ്ടു പോകും. മനുഷ്യൻ മരണഭയത്തിൽ ഓടിപ്പോവും, പക്ഷെ മരിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. യെസ്, ഇവിടെ എഴുതിയിരിക്കുന്ന മഹാഭയങ്കര കാലം. ആർക്ക്? 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചില്ലേ? ഒന്നുകൂടി വായിക്കാം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. എത്ര വ്യക്തം, പ്രൈസ് ദി ലോർഡ്. എത്ര വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, യെസാലലിയ കോപത്തിനായിട്ടല്ല നമ്മളെ വിളിച്ച രക്ഷയ്ക്കായിട്ട്. ഇവിടെ 1 തെസ്സലോനിക്കർ 1-ാമത്തെ വാക്യത്തിൽ വരുവാനിരിക്കുന്ന വലിയ ദൈവത്തിൻ്റെ കോപത്തിൽ, ഫ്രം ദ wrath ഓഫ് ദ ലോർഡ് വിച്ച് ഈസ് ടു കം, അവിടെ നിന്ന് നമ്മളെ ക്രിസ്തു മൂലം രക്ഷിച്ച കർത്താവിനെ ഇവിടെ സ്തുതിക്കുക. അപ്പോസ്തലനും സഭയും ചേർന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കോപത്തിൽ നിന്ന്, ക്രോധത്തിൽ നിന്ന് വിടുവീൻ. പോസ്റ്റ് ട്രിബുലേഷൻ പോലെ തെറ്റായി പഠിപ്പിക്കുന്ന സഭ ഇതിൻ്റെ അകത്തോട് കടന്നു പോകും, മഹാപീഠനത്തോട് കടന്നു പോകും എന്ന് പറയുന്ന തെറ്റായ ഉപദേശ ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ക്രോധത്തിൻ്റെ സമയത്ത് ഞാൻ കാണത്തില്ല. എനിക്ക് ഇങ്ങനെ പഠിപ്പിക്കുന്നവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. കാരണം വചനം പറയുന്നു, അവർ കാണുമോ ഇല്ലയോ? അവർ ചിലപ്പോൾ കാണുമായിരിക്കും. അവർക്ക് പ്രത്യാശയുടെ കുറവാണ് ആ വാക്കുകൾ. സ്തോത്രം. അങ്ങനെ പഠിപ്പിക്കുമ്പോഴുള്ള കുഴപ്പം, കർത്താവിന് വേണ്ടി കാത്തിരിക്കേണ്ട, വിശുദ്ധ ജീവിതം വേണ്ട, അങ്ങനെ പഠിപ്പിക്കുന്നവരുടെ ഒരു കുഴപ്പം ഹാലില്ല. ബൈബിളിലെ ഒത്തിരി പേജസ് അവർ ബൈബിളിൽ നിന്ന് കീറിക്കളയേണ്ട വരും. കാരണം വചനം മുഴുവനും അവരുടെ ആ ഒരു തെറ്റായ കാര്യത്തിൽ നിന്ന് സ്തോത്രം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന, പൈശാചിക ആത്മാവിനാൽ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ നിന്ന് സ്തോത്രം ഹാലില്ല, ബൈബിൾ മുഴുവനും അതിനെതിരാണ്. കാരണം സ്തോത്രം എത്ര വിശുദ്ധിയോടുകൂടിയും ഭയത്തോട് ജീവിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കൂ. ഇവിടെ എഴുതിയിരിക്കുന്ന വരുവാനിരിക്കുന്ന കോപം. വെളിപ്പാട് ദിവസം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ല ആ ക്രോധം ഓരോന്ന് ഒഴിക്കുന്നത്. യെസ്, അതൊന്ന് വായിച്ചത്. വെളിപ്പാട് ദിവസം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യെസ്. സ്തോത്രം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഓരോ കഷ്ടം കഴിഞ്ഞിട്ട് അടുത്ത കഷ്ടം തുടങ്ങുക. 7 മുദ്രകൾ. ആ സമയത്ത് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പാട് ദിവസം പഠിച്ചവർക്ക് അറിയാം. അത് കഴിഞ്ഞ് 7 കാഹളം. അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ 15-ാമത്തെ 7-ാമത്തെ വാക്യം പറയുന്നത്. നല്ല സ്വർണ്ണ കലശം 7 എണ്ണം നിറച്ച് വെച്ചിരിക്കുക. ഓരോ ദൂതനോട് പറയുമ്പോൾ ദൂതൻ എന്ത് ചെയ്യും? അങ്ങോട്ട് ഒഴിക്കും. സ്തോത്രം. അല്ല, ദൈവം ക്രോധകലശം, ക്രോധം പതഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം, മഹാക്രോധം ലോകത്തിലേക്ക് ഒഴിക്കുമ്പോൾ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി ഞങ്ങളൊക്കെ വെളിപ്പാട് ദിവസം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ ഓരോ പ്രാവശ്യം അത് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. കേൾക്കുന്ന സഭയും വിശ്വാസികളും പറയാറുണ്ട്, പാസ്റ്റർ ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും ഒന്ന് പഠിക്കേണ്ടതാണ്. കാരണം സ്തോത്രം ഹല്ലേലൂയ, എന്നാലേ ജനം ദൈവഭയത്തോട് ജീവിക്കത്തുള്ളൂ. ഈ പണിത് വെക്കുന്ന പണികൾ മുഴുവനും ഇല്ലാതാകും. സ്തോത്രം. ഇവിടുന്ന് മഹാപണികൾ പണിത് വെക്കുന്നവർ ഓർത്തോണം. ഹല്ലേലൂയ. ഇതൊന്നും മനുഷ്യന്റെ പണികളെല്ലാം ഓരോ ക്രോധകലശം ഒഴിക്കുമ്പോൾ അതിനെ നശിപ്പിക്കും. കുടിവെള്ളമില്ല ദൈവമക്കളെ, രക്തമായി തീരും വെള്ളമെല്ലാം.
ആൾക്കാർ പച്ചിപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, മരിക്കാൻ ആഗ്രഹിക്കും. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം കർത്താവ് വീണ്ടും വീണ്ടും എത്ര ദീർഘക്ഷമയോടെയാ പറയുന്നത്, ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം, രക്ഷ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ വീണ്ടും അടുത്തിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുക. ആരാ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ രണ്ടാമത്തെ ചാൻസ് ഉണ്ട് സ്വർഗത്തിൽ പോകാൻ എന്ന് പറയുന്നവരോട് ആദ്യം ഒന്ന് പഠിപ്പിക്കാൻ പറ, ആരാണ് സ്വർഗത്തിൽ പോകുന്നത്. ഒത്തിരി വാക്യങ്ങൾ തിരുവചനത്തിലുണ്ട്, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ ഉള്ള ഉപമകൾ കർത്താവ് പറഞ്ഞതെല്ലാം സ്വർഗരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്തോത്രം. ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, നോട്ട് ദോസ് ഹു കോൾ മീ ലോർഡ് ലോർഡ്. ദൈവമേ ദൈവമേ എന്നൊക്കെ നമ്മളും വിളിക്കുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ്. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് വചനം പറയുമ്പോൾ രണ്ടാമത്തെ ചാൻസ് കിട്ടും എന്ന് പറഞ്ഞ് തെറ്റായിട്ട് പഠിപ്പിക്കുന്നവർ, എബ്രായ ലേഖനത്തിൽ യെരുശലേമിലെ സഭയ്ക്ക് ഒരിച്ചിരി ദൈവഭയമൊക്കെ കുറഞ്ഞ കാര്യം, അവർക്ക് ഞങ്ങൾ പണ്ട് തൊട്ട് എബ്രാഹിമിൻ്റെ മക്കളാണല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇച്ചിരി കപടഭക്തിയും പരീക്ഷഭക്തിയും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. സോ ഞങ്ങൾ പഴയ വിശ്വാസികളാണ്, 3ാം തലമുറ 4ാം തലമുറ എന്ന് പറഞ്ഞിരിക്കുന്നവർ, ആ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യെരുശലേം 4ാം തലമുറ, അവർക്ക് ഒത്തിരി തലമുറ പറയാനുണ്ട്. ആദാം തൊട്ടുള്ള വംശാവലിയൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് ആ സഭയോട് കർത്താവ് പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ കൂടെ അപ്പോസ്തലൻ പറഞ്ഞൊരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. യെസ്, സ്തോത്രം. അപ്പൊ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്ന അനുസരണക്കെട്ടവരോടാണ് പറയുന്നത്, നീ എൻ്റെ സ്വസ്ഥതയിൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കൃപായുഗത്തിന് മുഴുവൻ അനുസരണക്കെട്ടവനായി ജീവിച്ചിട്ട് അവസാനം ആ 7 വർഷത്തിൻ്റെ കാലത്തിൽ ഞാൻ അനുസരണമുള്ളവനായിട്ട്, അല്ലെങ്കിൽ ഞാനങ്ങ് മുദ്രയേക്കത്തില്ല എന്ന് പറയുന്നുണ്ട്, സ്വർഗത്തിൽ പോകുന്ന ഒരു പദ്ധതിയെപ്പറ്റി ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ആരോടാണ്? അനുസരണക്കെട്ടവരോട് കർത്താവ് പറഞ്ഞു, നീ സ്വസ്ഥതയെ പോകത്തില്ല. 19-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖനത്തിൽ അവിടെ തന്നെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൽ വേണ്ട പോലെ വിശ്വസിക്കാൻ കഴിയാത്തവൻ, ഹല്ലേലൂയ, അവരോടും ദൈവം പറഞ്ഞു എന്ത് പോകത്തില്ല? സ്വസ്ഥതയിൽ പോകത്തില്ല. അതുകൊണ്ടാണ് അതിന്റെ തുടർച്ചയായിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വാഗ്ദത്തമുണ്ട്. വായിച്ചേ. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് വാഗ്ദത്തമുണ്ട്, പ്രോമിസ് ഈസ് ദേർ, സ്വർഗത്തിൽ പോകും. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതിരുന്ന കാര്യം, സ്വർഗത്തിൽ പോകാൻ ഒത്തിരി പ്രമാണമുണ്ട്, ഒത്തിരി രൂപാന്തരം പ്രാപിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വിളി അനുസരിച്ച് നീ വളർന്നാലേ പറ്റൂ ദൈവമക്കളെ. സ്തോത്രം, ഹല്ലേലൂയ. അല്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാനൊന്ന് മുങ്ങി സ്നാനപ്പെട്ടു, ഇനി എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാൻ, സ്വർഗത്തിൽ പോകുമെന്ന് ലിബറലായിട്ട് പഠിപ്പിക്കുന്നവർ, നോ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നീ ഏത് സഭയുടെ അംഗം ആയിക്കോട്ടെ, നീ സ്വർഗത്തിൽ പോകുന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ചില സഭകൾ പഠിപ്പിക്കും ഇന്ന സഭയുടെ അംഗമാണ് സ്വർഗത്തിൽ പോകും. നോ, തിരുവചനം പറയുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന വാഗ്ദത്തമുണ്ട്, പക്ഷെ നീ അത് ഹല്ലേലൂയ പ്രൈസ് പ്രാപിക്കാതിരിക്കുമോ, നീ ഭയപ്പെടും. അതിന്റെ 2-ാമത്തെ വാക്യം കൂടി വായിച്ച എബ്രായ ലേഖനം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, അവർ കേട്ടു വചനം, പക്ഷെ കേട്ട വചനം എന്ത് ചെയ്തു? അവർ വിശ്വസിക്കാത്തത് കൊണ്ട്, അവർക്ക് അതിന് വേണ്ട പ്രാധാന്യത കൊടുക്കാഞ്ഞത് കൊണ്ട്. അങ്ങനെയല്ല ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. വചനം കേൾക്കാൻ എല്ലാവർക്കും ദൈവം അവസരം കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ വേണ്ട പോലെ പ്രാധാന്യത കൊടുക്കാഞ്ഞതുകൊണ്ട്, അത് അനുസരിക്കാഞ്ഞതുകൊണ്ട്, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് ഭയത്തോടുകൂടി രാജാതിരാജാവിൻ്റെ ആജ്ഞകളെ ഉൾക്കൊള്ളാഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ എഴുതിയിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, അവർക്കത് ഇറ്റ് വാസ് നോട്ട് പ്രോഫിറ്റബിൾ ടു ദം, അവർക്കത് പ്രയോജനമായി വന്നില്ല. അല്ലെങ്കിൽ വിശ്വസിച്ചവരായ നാം, അനുസരണമുള്ളവർ, അനുസരണക്കെട്ടവരും വിശ്വസിക്കാൻ കഴിയാത്തവരും, ഈ എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അവർ സ്വസ്ഥതയെ പ്രവേശിക്കാതിരുന്നവർ വിശ്വസിച്ച നാമല്ലോ. അപ്പം ദൈവത്തെ വിശ്വസിച്ച് ആ വിശ്വസിച്ച ആജ്ഞകൾ മുഴുവൻ അനുസരിച്ചാൽ മാത്രമേ ഉള്ളൂ. അതൊരു വലിയ കൂട്ടമൊന്നും അല്ല ദൈവമക്കളെ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗം കൂടെ ഒന്ന് വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി റെഫറൻസസ് ഉണ്ട്, ഞാൻ ഈ ഒരു വാക്യം കൂടെ വായിക്കുന്നുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 23-24. ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സ് 23-24. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എത്ര വ്യക്തമായിവിടെ. ഒത്തിരി പേരൊന്നും പോകത്തില്ലെന്ന്. ഇതൊരു ഇടുക്ക് വാതിലാണ്, അതിൽ കൂടി കടക്കുവാൻ നിങ്ങൾ ശ്രമിപ്പീൻ. നീ കടന്നാൽ എന്ത് ചെയ്യും?
നീ അപ്പോൾ പലരും കടക്കുവാൻ ശ്രമിക്കും. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടവർ കാണും, സ്നാനപ്പെട്ടവർ കാണും, സഭയിൽ ചേർന്നവർ കാണും, ഒത്തിരി പേര് കടക്കുവാൻ ശ്രമിക്കും. പക്ഷെ അവർക്കൊന്നും കഴിയത്തില്ല. ഹല്ലേലൂയ. അത് മുന്നോട്ട് വരുമ്പോൾ ഫിലിപ്പി ലേഖനം നിങ്ങൾക്ക് അറിയാം, 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലൊക്കെ എഴുതിയിരിക്കുന്ന, ഞാൻ എടുപ്പിച്ച് വായിപ്പിക്കുന്നില്ല. സ്തോത്രം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രസംഗ വാക്യങ്ങളാണല്ലോ. ഞാൻ ജസ്റ്റ് വാക്യങ്ങൾ ഓർപ്പിച്ച് മുന്നോട്ട് പോവാം. ഫിലിപ്പിയർ 2:12, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:12 ഇവിടെ എഴുതിയിരിക്കുന്നത്, വർക്ക് ഔട്ട് ഹല്ലേലൂയ യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. ഭയത്തോടും വിറയലോടും നിന്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പി. ആ ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായം അതിന്റെ 18-19 വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന സ്തോത്രം, വളരെ ദുഃഖത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി തീരുന്നു. അവർക്ക് വയറാണ് അവരുടെ ദൈവം. അവർക്ക് ലജ്ജയതൊക്കെ മാനമെന്ന് തോന്നിക്കുന്നു. അവർ ഈ ഭൂമിയിലെ അന്വേഷിക്കുന്നു. കേട്ടോ, ഈ ഭൂമിയിലെ വിഷയങ്ങളും ലിസ്റ്റ് എഴുതി വെച്ച് പിടിച്ചു വെച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവർ ഓർത്തോണം. സ്തോത്രം. ഈ ഭൂമിയിലെ അന്വേഷിക്കുകയും സ്തോത്രം, വയറാണ് അവരുടെ ദൈവം. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വിഷയങ്ങൾ, മൈ മാറ്റർ, എൻ്റെ കുടുംബം, ഞാൻ എൻ്റെ കാര്യങ്ങൾ, സ്തോത്രം ഹല്ലേലൂയ, എൻ്റെ സമ്പാദ്യം, എൻ്റെ വരുമാനം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനൊന്നും പ്രമാണം അതല്ല നമ്മുടെ പ്രമാണം. അതിനല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന് 18-19 ഞാൻ ഓർപ്പിച്ചോളൂ. അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി തീർന്നു. എങ്ങനെയാണ്? വയറാണ് അവരുടെ വയർ, അവരുടെ കാര്യമാണ് അവരുടെ ദൈവം. ലോകത്തിലേത് അവർ അന്വേഷിക്കുന്നു. അവരുടെ അവസാനമോ നാശം. എത്ര വ്യക്തമായിട്ട് കർത്താവ് എഴുതിയിരിക്കുന്നത്. അവരുടെ അങ്ങനെ പോകുന്ന, ഇത് സഭയോട് പറയുന്ന കാര്യമാണ്, ജാതികളെ പറ്റി അല്ല. നിങ്ങൾ ഓർത്തോണം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, കരഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, അനേകർ ക്രൂശിന് ശത്രുക്കളായി തീരുന്നു. അവരുടെ അവസാനം എന്തുവാ? നാശം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു, വചനം പഠിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ കൊളർതാത്തവനായി തീരാതിരിപ്പാൻ നേരത്തെ ഭയത്തോടും വിറയലോടും നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പിക്കുന്നു പറഞ്ഞ അപ്പോസ്തലൻ വീണ്ടും പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെയൊക്കെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ നിമിത്തം 100 കണക്കിന് സഭ ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ട് കാണും, അനേക ദേശത്തെ സുവിശേഷീകരിച്ച് കാണും. പക്ഷേ സ്തോത്രം, ഇതെല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അവസാനം വരെ ഞാൻ വിശ്വസ്തനല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഐ വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ആണ് അവിടെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. ഇത്രയും പ്രവർത്തിച്ച 3 ഭൂഖണ്ഡത്തിൽ യെരൂശലേം തൊട്ട് ഇലൂരിയ ദേശത്തിലുള്ള രാജ്യങ്ങൾ, ഗ്രാമം തോറും ഭവനം തോറും ഒരു ദിവസം പോലും ഹല്ലേലൂയ വിശ്രമമില്ലാതെ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ലേഖനം എഴുതിയ വ്യക്തി, കർത്താവിൻ്റെ വേലയിൽ പ്രൈസ് ലോർഡ് വിശ്വസ്തനായി തൻ്റെ ശരീരവും കുടുംബവും ഒന്നും വിഷയമല്ലാതാക്കി. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. തൻ്റെ വിദ്യാഭ്യാസമോ സ്ഥാനമോ യെസ് ഹല്ലേലൂയ മാനമോ യെസ് പ്രൈസ് ലോർഡ് ഒന്നും ഹല്ലേലൂയ താൻ വകവെക്കാതിരുന്ന ആ ദൈവദാസൻ പറയുമ്പോൾ, ഇത്രയും ഞാൻ വില കൊടുത്ത് പഠിപ്പിച്ചാലും ഞാൻ അവസാനം വരെയും വിശ്വസ്തനല്ലെങ്കിൽ എന്ത് ചെയ്യും? യെസ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കൊളർതാത്തവനായി തീരും. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ ഞാൻ എന്നെ തന്നെ വിട്ടുതരും. അപ്പോൾ അവിടെ എല്ലാം നമുക്കറിയാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് വല്ല വിധേനയും എന്ത് ചെയ്താൽ മതി? പുനരുത്ഥാനം പഠിച്ചവരുടെ നിന്ന് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെട്ടാൽ മതി. അപ്പോൾ ഒരു സെക്കൻഡ് ചാൻസിനെ പറ്റി അവിടെ എങ്ങും വചനം പഠിപ്പിക്കുന്നില്ല. എബ്രായത്തിൽ 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരിക്കൽ നീ പ്രകാശനം ലഭിച്ചിട്ട്, ഒരിക്കൽ നീ വചനം മനസ്സിലാക്കിയിട്ട്. എബ്രായലേഖനം 6:4-6 വരും പറയുന്നത്, നീ വചനം പരിശുദ്ധാത്മാവിനെ നീ രുചിച്ചറിഞ്ഞിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് പിന്നെ നീ പിന്മാറിപ്പോയാൽ, പുറമോട്ട് പോയാൽ, അല്ലെങ്കിൽ വചനം വിട്ടുപോയാൽ, സ്തോത്രം, പിന്നെ നിനക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയത്തേയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ആ വാക്യത്തിൽ നിന്ന് എത്ര വ്യക്തമാണ്. അനുസരണക്കെട്ടും ഒരിക്കൽ കർത്താവിനെ അറിയുവാൻ അവസരം കിട്ടിയിട്ട് അവൻ ആ കേട്ട ആലോചന പ്രകാരം വിശ്വസ്തനായി തീരാഞ്ഞ സുവിശേഷം കേട്ട എല്ലാ വ്യക്തികളും ആ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ പറയുന്നു, പിന്നെ അവൻ രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഈ പ്രമാണത്തിന് വിട്ടിട്ട് ചില കർത്താവ് രക്ഷിക്കപ്പെടുത്തത്തില്ല ദൈവമക്കളെ. പ്രമാണത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന കർത്താവല്ല. താൻ നീതിമാനാണ്, താൻ സത്യമാണ്, ഉവ്വ് എന്ന് മാത്രമാണ്. ഇത്രയും വചനങ്ങൾ എന്നെ ഓർപ്പിച്ച് മുന്നോട്ട് പോയതേ ഉള്ളൂ. കർത്താവ് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞെന്തുവാ? വിശുദ്ധൻ ഇനി തന്നെ ദൈവസഭയിൽ തന്നെ 2 കൂട്ടരുമുണ്ട്, വിശുദ്ധനുമുണ്ട് ലൗകികനുമുണ്ട്. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കായി തീരട്ടെ. വെളിപ്പാട് പുസ്തകം ഓരോ സഭയോട് യേശു കർത്താവ് പറയുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 3-ാം അധ്യായം അവിടെ എല്ലാം പറഞ്ഞു, ഓവർകമേഴ്സ്, ജയിക്കുന്നവൻ എൻ്റെ കൂടെ കഷ്ടം സഹിക്കുന്നവൻ. തിമോത്തിയോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, കഷ്ടം സഹിച്ചാൽ നീ എൻ്റെ കൂടെ വാഴും. കഷ്ടം സഹിച്ചില്ല എന്ത് ചെയ്യത്തില്ല? ആ കർത്താവിന് വേണ്ടി നിന്ന കഴിക്കുവാൻ. അപ്പം അല്ലെങ്കിൽ ഞാൻ ആ നാളിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യും? തള്ളിപ്പറയും. അപ്പോൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണം, ജയിക്കണം, അവസാനം വരെ വിശ്വസ്തനായി തീരണം.
സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ആ ഒരു ശുദ്ധീകരണത്തിൻ്റെ ദൂതാണ് നമ്മൾ ഉടനീളം കാണും. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ തൊട്ട് പിന്നെ അവന് എന്തുവാ, സകലത്തിലും നീ എന്ത് ചെയ്യണം, ക്രിസ്തുവിൻ്റെ തലയോളം വളരണം. സ്തോത്രം. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ കുറ്റമില്ലാത്തവരായി തീരണം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നമ്മൾ വിശ്വസ്തരായി തീരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു സഹായകനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഒരു കാര്യസ്ഥൻ, സകല സത്യത്തിലും വഴി നടത്തുവാൻ നമ്മളൊന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ചില പിശാചിന്റെ തന്ത്രത്തിന്റെ മേൽ, എന്നെ ക്ഷീണിപ്പിക്കുന്ന ശക്തിയുടെ മേൽ, ദേശശക്തിയുടെ മേൽ, പാരമ്പര്യ സ്വഭാവത്തിന്റെ മേൽ ജയിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച കർത്താവ് കൃപ തരും. പരിശുദ്ധാത്മാവ് ശക്തി തരും. പരിശുദ്ധാത്മാവ് ഒരു കൊച്ചു കുഞ്ഞിനെ കൈക്ക് പിടിച്ച് നടത്തുന്ന പോലും നമ്മളെ വഴി നടത്തും. വിൽ ഗൈഡ് us. ഹല്ലേലൂയ. തിരുവചനം പറയും സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളപ്പോൾ നിനക്ക് വിശ്വസ്തനായി തീരുവാൻ കഴിയത്തില്ല. നിനക്ക് ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയാത്ത നമ്മളാണോ ഹല്ലേലൂയ ഈ ചാൻസിന് എടുക്കപ്പെട്ടില്ലെങ്കിൽ അടുത്ത ചാൻസിന് ഇവിടെ ഒരു പരിശുദ്ധാത്മാവും ഇല്ല. ഇവിടെ നേരത്തെ വായിച്ചില്ലേ, ഈ കാലഘട്ടത്തിൽ അനുസരിക്കാത്തവരുടെ മേൽ വ്യാപരിക്കുവാൻ ഒരു അധർമ്മമൂർത്തിയുടെ ആത്മാവിനെ ദൈവം, ആ കള്ളം കേട്ട് അവൻ അത് വിശ്വസിക്കുവാൻ. അപ്പം ആ സമയത്ത് നമുക്ക് മുദ്ര ഏക്കണ്ടെന്നൊന്നും നമുക്ക് തോന്നൽ വരത്തില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. കാര്യം കർത്താവ് അറിഞ്ഞുകൊണ്ട്, ഇവിടെ നമ്മൾ ആ വാക്യത്തിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവം ഈ അനുസരണക്കെട്ടവരെ, സത്യം കേട്ടിട്ട് വിശ്വസിക്കാത്ത അനുസരണക്കെട്ട് ദൈവം ആ ഒരു വ്യാപാര ശക്തിയിൽ കർത്താവ് ആക്കും. പിന്നെ അവൻ അത് എതിർ ക്രിസ്തു പറഞ്ഞ കള്ളം വിശ്വസിക്കും. അപ്പം നിന്റെ ഓരോ അവയവം നിനക്ക് ആഹാരം തരത്തില്ല എന്ന് പറയുമ്പോൾ നീ പറയും ഹല്ലേലൂയ, അയ്യോ ഞാൻ മുദ്ര എവിടെ വേണമല്ലോ ഏറ്റുള്ള വാക്സിനേഷനോ മുദ്രയോ എന്തോ വേണം ഞാൻ ചെയ്തോളാം, എനിക്ക് ആഹാരം വേണം, 2 നേരം വിശന്നിരിക്കുമ്പോൾ നീ പറഞ്ഞു പോകും. അല്ല, നമ്മൾ പറഞ്ഞു പോകും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ അവയവം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് നീ കർത്താവിനോട് നിൽക്കുന്നു, യേശുവിന് വേണ്ടി നിൽക്കുന്നു, പരിശുദ്ധാത്മാവില്ല. പിന്നെ ഏത് ശക്തിയാണ് നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കർത്താവിന് വേണ്ടി നിൽക്കാൻ? സഭയില്ല, പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ട് ഒരു കാര്യം, ഇങ്ങനെ തെറ്റായി പഠിപ്പിക്കുന്നവരുടെ വചനം കേൾക്കാനും പോകല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത് കേട്ട് നിങ്ങൾ അല്പം ഒന്ന് ഈ ചാൻസിന് എടുക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, അടുത്ത ചാൻസിന് എടുക്കപ്പെടാമല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഇത് കേൾക്കാനും പോകല്ല. കാര്യം പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ നിനക്ക് ദൈവസന്ധിയിൽ, നമുക്ക് ദൈവസന്ധിയിൽ അല്ലെ ഓരോ വ്യക്തിക്കും ദൈവസന്ധിയിൽ ഒന്ന് നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ദുഷ്ടശക്തികൾ, പൈശാചിക ശക്തി, പണിതിരിക്കുന്ന 3000 കോടി പോലുള്ള വലിയ വിഗ്രഹങ്ങളെ വരെ സംസാരിപ്പിക്കുന്ന രീതിയിൽ ദൈവം അവന് കൊടുത്തിരിക്കുക ശക്തി. അത്രത്തോളം ദുഷ്ടാത്മാവ് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ ഒക്കെ അങ്ങ് വ്യാപരിക്കും. നമ്മൾ നേരത്തെ വായിച്ചില്ലേ, നിന്റെ മനസ്സിനെ ശരീരത്തിനെയൊക്കെ നിന്നെ അതിൻ്റെ ആ വ്യാപാര ശക്തിയിലാക്കുവാൻ ദൈവം അനുവദിച്ചു. കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട സമയത്ത് നീ എന്ത് ചെയ്തില്ല, നിന്നില്ല. പ്രൈസ്. അതുകൊണ്ട് നമുക്ക് അവസാനം പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങളിവിടെ ഇങ്ങനെ തപ്പിയപ്പോൾ 7-ാം അധ്യായത്തിലൊക്കെ കണ്ടല്ലോ ഒരു ചെറിയ ഗ്രൂപ്പ്, എല്ലാ ഭാഷക്കാരിലും എല്ലാ ദേശക്കാരിൽ നിന്നൊക്കെ ആ സമയത്ത് മുദ്രയേക്കാതെ രക്ഷപ്പെടുന്ന ഒരു ചെറിയ കൂട്ടത്തെ കണ്ടല്ലോ. ഒരു ചെറിയ കൂട്ടമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ യോഹന്നാൻ അപ്പോസ്തലനോട് പറഞ്ഞില്ലേ, അത് ആ നാളത്തേക്ക് അങ്ങ് മുദ്ര ചെയ്തരാം. അപ്പം രക്ഷിക്കപ്പെടുത്തുന്ന ഇസ്രായേൽ മക്കളെ 144,000 ആ സ്ത്രീയെ ഒക്കെ മരുഭൂമിയിലേക്ക് ദൈവം സാത്താൻ്റെ കയ്യിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ തന്നെ ദൈവം രക്ഷിക്കപ്പെടുവോ മുദ്രയോ ഒന്നും ചെയ്യാതെ ഇവിടെ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, തീർച്ചയായിട്ടും നമ്മൾ ഈ വായിച്ച വചനങ്ങളിൽ നിന്നെല്ലാം മനസ്സിലായി, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് വചനം കേട്ടവന് പിന്നീട് ഒരു ചാൻസ് ഇല്ല. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലായി, ഇവിടെ എടുക്കപ്പെടാത്ത ക്രിസ്ത്യാനിക്കും പാസ്റ്ററിനും വിശ്വാസിക്കും ഒന്നും പിന്നീട് ചാൻസ് ഇല്ല. ഇതാണ് സുപ്രസാദ കാലം. 1-ാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടുന്നവൻ ഭാഗ്യവാൻ, അവൻ്റെ മേൽ നരകത്തിന് അവകാശമില്ല. വളരെ വ്യക്തമായിട്ടല്ല നമ്മൾ വായിച്ചു. ജയിക്കുന്നവൻ, വിശ്വസ്തൻ മാത്രം സ്വർഗത്തിൽ പോകും എന്ന് വചനം പറയുമ്പോൾ ആ പ്രമാണം തെറ്റിച്ച് കർത്താവ് ഒന്നും ചെയ്യത്തില്ല. പിന്നെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇതുവരെയും സുവിശേഷം വേണ്ട പോലെ കേൾക്കുവാൻ കഴിയാഞ്ഞ്, യേശുവിനെ വേണ്ട പോലെ അറിയുവാൻ കഴിയാഞ്ഞ് അവസരം കിട്ടാത്ത ആൾക്കാർക്ക്, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ദൈവദാസന്മാർ പുതിയ നിയമത്തെ ഒന്നും പ്രസംഗിക്കുന്നില്ല. പഴയ നിയമത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ 2 പഴയ നിയമ സാക്ഷികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രസംഗം കേട്ടിട്ട് ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ആ മുദ്രയേൽക്കാതിരിക്കുന്ന, കാരണം ഇവരരിയും, ഇഞ്ചായിട്ട് എതിർ ക്രിസ്തുവിൻ്റെ സൈന്യം നിന്നെ അരിയും. അല്ല, ആ വേദന എല്ലാം സഹിച്ച് ചോരെല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുദ്രയേക്കത്തില്ല, ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും, ഇത്രയും വേദന സഹിച്ച് നീ പറയുമോ? ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയുമോ? ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം യേശുവിനെ ഈ കാലഘട്ടത്തിൽ അറിയുവാൻ, ദൈവം നീതിമാനാണ്, എല്ലാവർക്കും ദൈവം ചാൻസ് കൊടുക്കും.
അപ്പോൾ ആ ഒരു ചെറിയ കൂട്ടം എല്ലാ ദേശത്തിൽ നിന്നും ഉണ്ട് എന്ന് സ്തോത്രം വചനം പറയുമ്പോൾ ആ ഒരു ചെറിയ കൂട്ടം കർത്താവിനറിയാം ആരാന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒന്നാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടുവാൻ. അതുകൊണ്ട് ഈ ചാൻസിന് എടുത്തില്ലെങ്കിൽ നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, സമയത്തിന് ബില്ലടയ്ക്കത്തില്ല, സമയത്തിന് കാര്യങ്ങൾ ചെയ്യത്തില്ല, ഈ ചാൻസിന് പറ്റിയില്ലെങ്കിലും പിന്നെ ഒരു ചാൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്നാൽ ഞാൻ അടുത്ത ചാൻസിന് പൊക്കോളാം ചിന്തിക്കും. പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ളപ്പോൾ ഇത്രത്തോളം ഇന്നും നിന്നെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് റെഡി ആയിട്ടിരിക്കുമ്പോൾ സഹോദര സഹോദരി വചനം കേട്ട് അനുസരിക്കുക. ഹല്ലേലൂയ. ദുരാത്മാവ് നിന്റെ ശരീരത്തിനെ മനസ്സിനെ മുഴുവനും വ്യാപരിച്ച് ദൈവം ക്രോധകലശം ഓരോന്നും ഒഴിച്ച് കുടിവെള്ളമില്ലാതെ വെള്ളം മുഴുവൻ രക്തമായി. ഹല്ലേലൂയ. അന്തിക്രിസ്തു നിന്റെ ഓരോ അവയവവും മുറിച്ച് അരിഞ്ഞ് ബോധമില്ലാതെ നീ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നീ എങ്ങനെ കർത്താവിനെ സ്വീകരിക്കും നീ പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയിലില്ലാതെ ഏത് ആത്മാവിൻ്റെ പ്രേരണയിലാണ് നീ കർത്താവിനെ സ്വീകരിക്കാൻ പോകുന്നത്? നടക്കുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. ഭയത്തോടുകൂടി കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ള എല്ലാ ലക്ഷണങ്ങളും മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. റിസർച്ച് കമ്പനീസ് മറ്റേ ഒരു രോഗത്തിന് വേണ്ടി, കോവിഡിന് വേണ്ടിയല്ല, ഇപ്പോൾ രണ്ടാം വകഭേദം, മൂന്നാമത്തെ വേരിയൻറ്റ്, ബ്ലാക്ക് ഫംഗസ്, അതിനേക്കാൾ സീരിയസ് വൈറ്റ് ഫംഗസ്, ഏതിനു വേണ്ടി മരുന്ന് കണ്ടുപിടിക്കും? ഏതിൻ്റെ റിസർച്ച്? ഗവൺമെൻറ് ഇതിനൊക്കെ പണം എവിടുന്ന് ചിലവാക്കും? കാര്യം കുറേ നാളായിട്ട് വ്യാപാരവും ജോലിയും ഒന്നും നടക്കത്തില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ലോകം മുഴുവനും ഈ പ്രൈസ് ലോർഡ് രോഗത്തിന് മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിന് മുമ്പിൽ മുട്ടുകുത്താം. പ്രൈസ് ലോർഡ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചെറിയ വേല, പ്രൈസ് ലോർഡ് ദൈവം ഏൽപ്പിച്ച വേലയുണ്ട്. അനേകരോട് സുവിശേഷം പറയുവാനും എൻകറേജ് ചെയ്യുവാൻ. അതിനത് നമ്മളൊന്ന് ബലം പ്രാപിക്കണം, ഇല്ലേ? ദൈവമക്കളെല്ലാം പതറി അയ്യോ മരണവെപ്രാൾ ഈ ദിവസങ്ങൾ ഷെയർ ചെയ്യുന്ന വാക്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രത്യാശയുമില്ല. എന്നെ ദൈവം വിടുവിക്കും, എന്നെ ഭയത്തിൽ നിന്ന് വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് പ്രത്യാശ വെക്കാൻ ദൈവമക്കളെ, ഒന്ന് കർത്താവിൽ ആശ്രയിക്കാം. ചുറ്റിനുള്ളവരുടെ കണ്ണൊക്കെ ചൂന്ന് ചിലപ്പം ബ്ലാക്ക് ഫംഗസിന് പോയെന്നിരിക്കും. ഹല്ലേലൂയ. നിന്റെ കണ്ണ് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ അതൊരു ഉറപ്പില്ല, ഇല്ലേ? നീ ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ ഉള്ളം കയ്യിലല്ലേ? നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ പേടിക്കണം. ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കർത്താവിൽ ആശ്രയിച്ചു പറയുന്നു, രണ്ടാമത്തെ ചാൻസ് ഈ സമയത്ത് കർത്താവിനെ അറിഞ്ഞവർക്കില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒരു ചാൻസേ ഉള്ളൂ, ഒന്നാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടണം. കർത്താവ് നിങ്ങളെ അതിനു വേണ്ടി സഹായിക്കും.